നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് ഓപ്പൺ ഫോറത്തിലേക്ക് സ്വാഗതം. ഇന്ന് ജനങ്ങൾ ഒന്നടങ്കം ഏറെ ഭയപ്പെടുന്ന ഒന്നാണ് തെരുവുനായ ആക്രമണം. അനുദിനം തെരുവുനായ ആക്രമണം സംസ്ഥാനത്തിനകത്തും പുറത്തും വർദ്ധിച്ചു വരികയാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ തെരുവുനായയുടെ കടിയേൽക്കുന്നവരുടെ എണ്ണത്തിൽ 3 ഇരട്ടി വർധനയാണ് ഉണ്ടായത്. കഴിഞ്ഞ വർഷം അതായത് 2024 മാത്രം സംസ്ഥാനത്ത് കേരളത്തിനകത്ത് 3 ലക്ഷത്തിലധികം പേർക്കാണ് തെരുവുനായയുടെ ആക്രമണത്തിൽ കടിയേറ്റത്. ഗുരുതരമായി പരിക്കേറ്റവരും അതിലുണ്ട്. ഈ വർഷം ഈ സമയം വരെ ഏതാണ്ട് 2.5 ലക്ഷത്തിലധികം ആളുകൾ തെരുവുനായയുടെ ആക്രമണത്തിന് ഇരയായി കഴിഞ്ഞു. മുഴപ്പിലങ്ങാട് ഒരു കൊച്ചുകുട്ടിയെ അക്രമകാരികളായ തെരുവുനായക്കൂട്ടം കടിച്ചു കൊന്നതിൻ്റെ ആ ഞെട്ടലും വേദനയും ഇപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. ഇങ്ങനെയൊക്കെ ഒരു നാടാകെ നായപ്പേടിയിൽ കഴിയുമ്പോഴാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു സുപ്രധാന ഉത്തരവ് വരുന്നത്. പൊതു ഇടങ്ങളിൽ നിന്ന് തെരുവുനായകളെ നീക്കം ചെയ്യണം. പൊതു ഇടങ്ങളിൽ നിന്ന് തെരുവുനായകളെ പിടികൂടി വന്ധ്യംകരിച്ച ശേഷം പ്രത്യേക ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റണമെന്ന ഒരു സുപ്രധാന ഉത്തരവാണ് ദിവസങ്ങൾക്ക് മുൻപ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നത്. ഈ നായകളെ പേടിച്ചു കഴിയുന്ന ജനങ്ങളെ സംബന്ധിച്ച് ഈ സുപ്രീം കോടതി ഉത്തരവ് ഏറെ ആശ്വാസകരമായ ഒന്നാണ്. പക്ഷേ ഈ ഉത്തരവ് വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഈ സുപ്രീം കോടതിയുടെ ഉത്തരവ് പെട്ടെന്ന് തന്നെ നടപ്പിലാക്കാൻ സാധിക്കും. ഈ വിഷയമാണ് ഇന്ന് ഓപ്പൺ ഫോറം പരിശോധിക്കുന്നത്. തെരുവുനായകളെ പൂർണ്ണമായും പൊതു ഇടങ്ങളിൽ നിന്നും നീക്കം ചെയ്യാൻ സാധിക്കുമോ എന്ന വിഷയമാണ് ഓപ്പൺ ഫോറം പരിശോധിക്കുന്നത്. ഈ ചർച്ചയിൽ ഇന്ന് പങ്കെടുക്കുന്നത് തളിപ്പറമ്പ് നഗരസഭ വൈസ് ചെയർമാൻ കല്ലിങ്കിൽ പത്മനാഭൻ, റിട്ടയർഡ് വെറ്റിനറി ഡോക്ടർ PV മോഹനൻ, അതോടൊപ്പം തന്നെ മൃഗസ്നേഹികളുടെ കൂട്ടായ്മയായ കെയറിംഗ് ഹാൻഡ്സിൻ്റെ അംഗമായ രാജൻ കുരുന്നോൻ എന്നിവരാണ്. 3 പേരെയും ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഈ തെരുവുനായ ആക്രമണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത് തളിപ്പറമ്പ് നഗരമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ചർച്ച ആദ്യം തളിപ്പറമ്പ് നഗരസഭ വൈസ് ചെയർമാനിലേക്ക് തന്നെ പോവുകയാണ്. ശ്രീ കല്ലിങ്കിൽ പത്മനാഭൻ, സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സുപ്രധാന ഒരു ഉത്തരവുണ്ടാകുന്നു. അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ്. പക്ഷെ അത് നടപ്പിലാക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം പ്രധാനമായും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കാണ്. എങ്ങനെ നടപ്പിലാക്കും ഈ ഉത്തരവ്? വളരെ പ്രയാസകരമാണ് നടപ്പിലാക്കുക എന്നുള്ളത്. കാരണം നമുക്ക് പ്രയാസം വെച്ചാൽ ഫണ്ടിന്റെ പ്രശ്നങ്ങളൊന്നുമല്ല. നമുക്ക് നമുക്ക് സുപ്രീം കോടതി പറയുന്നത് അതിന്റെ ഷെൽട്ടറിലേക്ക് മാറ്റി അതിന് ആവശ്യമായ ഫുഡും സൗകര്യം കൊടുത്ത് അതിനെ ഷെൽട്ടറിനുള്ള സ്ഥലം തളിപ്പറമ്പ് നഗരസഭ പോലുള്ള ഇടുങ്ങിയ പ്രദേശത്ത് ഒരു ഷെൽട്ടർ കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രയാസകരമായ കാര്യം. കേരളത്തിൽ മറ്റൊരു പഞ്ചായത്ത് നഗരസഭയോ നടപ്പാത്ത കാര്യം ഞങ്ങൾക്ക് വാക്സിൻ നായകൾക്ക് പട്ടികൾക്ക് വാക്സിനേഷൻ നൽകി അതിന് ആവശ്യമായ മറ്റ് വാക്സിനേഷൻ നൽകിയ ഒരു നഗരമാണ് നഗരസഭ. നമുക്ക് സങ്കടകരമായ ഒരു വാർത്തയാണ്. 10 മാൻപേടകളെയാണ് തെരുവുനായ്ക്കൾ ആക്രമിച്ചു കൊന്നത്. ഒരു ഏറ്റവും സങ്കടകരമായ വാർത്തയായിരുന്നു അത്. അപ്പോൾ അത് മനുഷ്യരെ മാത്രമല്ല മൃഗങ്ങൾ പോലും രക്ഷയില്ലാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് എന്നുള്ളത് എന്താണ് എന്നുള്ളത് വളരെ ഇനി വരാൻ പോകുന്ന ഇപ്പൊ നഗരസഭാ തെരഞ്ഞെടുപ്പൊക്കെ വന്നതുകൊണ്ട് ഇനി അളവിൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ഇതിന് ആവശ്യമായ നടത്താൻ സാധിക്കും. ഇനി വരാൻ പോകുന്ന ഭരണസമിതികൾക്ക് ഭയങ്കര പ്രയാസപ്പെടുന്ന ആളുകളാണ് ഇനിയുണ്ടാവുക. ജനങ്ങള് പൊറുതിമുട്ടുന്ന ഒരു ഭാഗത്ത് നഗരസഭയ്ക്ക് ഇത്തരം സ്ഥലം ചില ഉള്ളോട്ടുള്ള നഗരസഭ ഘടകം പഞ്ചായത്തിലും അതുപോലെ തന്നെ വന്ധ്യംകരണ ക്രിയയൊക്കെ അവിടെ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട്. അത് ഓരോ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ഒക്കെ ജില്ലാ പഞ്ചായത്തിലേക്ക് ഫണ്ട് അനുവദിച്ച് ആ ജില്ലാ പഞ്ചായത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. ഒരു പരിമിതിയായിരുന്നു. അതിനൊക്കെ വളരെ കുറഞ്ഞ സംഖ്യ. ഇപ്പൊ തളിപ്പറമ്പ് നഗരസഭയിൽ തന്നെ നമ്മളിപ്പോ 300 പട്ടികൾ അല്ലെങ്കിൽ ഈ നായ്ക്കളെ വാക്സിനേഷൻ നൽകിയെങ്കിലും നമുക്ക് 1000-ലധികം പട്ടികൾ തളിപ്പറമ്പ് നഗരസഭക്കകത്തുണ്ട് എന്നുള്ളതാണ് അനൗദ്യോഗികമായ ഒരു കണക്ക്. നമ്മളെടുത്തൊരു കണക്കാണ്. അതിപ്പോ നമ്മുടെ വെറ്റിനറി ഡോക്ടർ അതിനെ കുറിച്ച് കാര്യമായി വളരെ നന്നായി നമ്മുടെ സുബൈർ ഡോക്ടറാണ്. വളരെ നന്നായി നമുക്ക് ഈ വാക്സിനേഷൻ രംഗത്ത് അദ്ദേഹം
മുൻകൈ എടുത്തിട്ടാണ് തളിപ്പറമ്പ് നഗരസഭയിൽ ഇത് നടപ്പാക്കി. വാക്സിനേഷനാണ് ഒരു പരിധിവരെ, കാരണം നമുക്കറിയാം ഒട്ടനവധി ആളുകൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് വാക്സിനേഷനും അതിന്റെ കൂടെ വാക്സിനേഷൻ ചെയ്ത പട്ടികളെ തിരിച്ചറിയാൻ അതിന് പട്ടയിടുന്നത് കഴുത്തിൽ. കൃത്യമായി ആളുകൾക്ക് മനസ്സിലാവും അത് വാക്സിനേഷൻ ചെയ്ത പട്ടിയാണ് എന്ന് മനസ്സിലാക്കാൻ വാക്സിനേഷൻ തന്നെ തന്നെ അതിന് നല്ല ഒരു റിഫ്ലക്ട് പട്ട കൊടുക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ അതിനൊരു പൊതുജനങ്ങൾ ഒരു അവയർനെസ് ആയി. അപ്പോ ഇത് മൃഗങ്ങൾക്ക് തന്നെ നമുക്കൊരു അവർക്കൊരു സംരക്ഷണം കിട്ടിയെന്ന് തോന്നൽ അവർക്ക് ഉണ്ടാകുന്ന രീതിയിൽ വാക്സിനേഷൻ കഴിഞ്ഞപ്പോൾ നമുക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലെ ഒരു സ്ഥലത്തും ഇത് നടപ്പാക്കി ആദ്യമായി നടപ്പാക്കുന്ന തളിപ്പറമ്പ് നഗരസഭയിലാണ്. അതിന് നമ്മൾ ഫണ്ട് വെച്ചിട്ടുണ്ടായി നേരത്തെ, ഇതിന്റെ ഒരു ദൂരക്കാഴ്ചയോടുകൂടി. അതുകൊണ്ട് തളിപ്പറമ്പ് നഗരസഭ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. ആരും കേരളത്തിലെ ഭരണകൂടം നമ്മളെ ഇന്നുവരെ അതിനുവേണ്ടി അപ്രീഷിയേറ്റ് ചെയ്തില്ല എന്നുള്ളതിൽ വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. അപ്പൊ അതിന് മുൻകൈ എടുത്തിട്ടുണ്ട്. ഇനിയും നമ്മൾ അതൊരു തുടർ പ്രക്രിയയാണ്, നടന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊ തന്നെ 300 അധികമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനിയും 900 പട്ടികളാണ് നമ്മളിപ്പം ഒരു കണക്കിട്ടത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അത് മുഴുവനായി ചെയ്തു തീർക്കും തളിപ്പറമ്പ് നഗരസഭയിൽ. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു ഷെൽട്ടറിനുള്ള സ്ഥലം പരിശോധിക്കുന്നുണ്ട്. അത് ഷെൽട്ടറിനുള്ള സ്ഥലം പരിശോധിച്ച് വാക്സിനോടൊപ്പം തന്നെ അതിന് വേണ്ട രീതിയിലുള്ള മറ്റുള്ള പരിചരണങ്ങളും ഒക്കെ കൊടുത്ത് താമസിച്ച്, എന്നാലും പട്ടികൾക്ക് ഇവിടെ ജീവിച്ചു പോയിക്കൂടാന്നുള്ള സ്ഥിതിയൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. എല്ലാ ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിൽ ജീവിച്ചു പോകാനുള്ള അവകാശമുണ്ട്. അവരെ സംരക്ഷിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ സംരക്ഷിക്കപ്പെട്ടു പട്ടികളെ സർക്കാർ മുൻകൈ എടുക്കും. പക്ഷേ ശ്രീ കല്ലിങ്കൽ പത്മനാഭൻ, ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ മുന്നിലുള്ള വെല്ലുവിളി എന്തെന്ന് വെച്ചാൽ ഈ 8 ആഴ്ച സമയമാണ് സുപ്രീം കോടതി നൽകിയത്. 8 ആഴ്ചക്കകം ഇതിലൊരു മറുപടി നൽകണം, കൃത്യമായ മറുപടി, എന്ത് നടപടി സ്വീകരിച്ചു എന്നത് സംബന്ധിച്ച്. ഇപ്പോൾ ഇനി നിലവിലുള്ള ഭരണസമിതിക്ക് മുന്നിലുള്ളത് ഏതാണ്ട് 1 മാസത്തിൽ താഴെ മാത്രമാണ്. ഇലക്ഷൻ തിരക്കൊക്കെയായി അതിന് പിന്നാലെ പോകേണ്ട സാഹചര്യം ഉണ്ടാകും. പക്ഷേ 1 മാസത്തിന് ശേഷം പുതിയ ഭരണസമിതി വരുമ്പോൾ അവരുടെ മുന്നിലുണ്ടാകുക 4 ആഴ്ച സമയം മാത്രമാണ്. എങ്ങനെയാണ് സുപ്രീം കോടതി ഉത്തരവ് ആ പുതുതായി ചുമതലയേൽക്കുന്ന ഭരണസമിതി നടപ്പിലാക്കുക? അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. വരാൻ പോകുന്ന പുതിയ ഭരണസമിതികൾക്ക് ഒരു ഭാരിച്ച ഉത്തരവാദിത്തമാണ്. ഈ ഭരണസമിതിക്ക് ഇപ്പം നയപരമായ തീരുമാനം എടുക്കാനുള്ള റൈറ്റ് ഇല്ല. നമുക്ക് ഇലക്ഷൻ പ്രഖ്യാപിച്ചതോടുകൂടി നയപരമായ തീരുമാനം എടുക്കാനുള്ള അവകാശം ഈ ഭരണസമിതിക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒരു തീരുമാനം അതിനകത്ത് എടുക്കാൻ. അപ്പോൾ പുതിയ ഭരണസമിതി അധികാരമേറ്റതിന് ശേഷം അവർ നിങ്ങൾ പറഞ്ഞതുപോലെ 4 ആഴ്ചത്തെ സമയമാണ്. ആ 4 ആഴ്ചക്കുള്ളിൽ സ്ഥലമെടുത്ത് അതിന് ഒരു ഷെൽട്ടർ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അപ്രായോഗികമാണ്. അപ്പൊ അത് എങ്ങനെ നടപ്പാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ആശങ്ക നിലനിൽക്കുകയാണ്. കേരളത്തില് ഗവൺമെന്റ് അതിന് ശക്തമായ പിൻബലം ഉണ്ടെങ്കിൽ പോലും ഒരു സ്ഥലം എടുത്ത് അത് നടപ്പാക്കുന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നഗരസഭ, മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷനൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം അനുഭവിക്കാൻ പോവുകയാണെന്നുള്ള കാര്യം തർക്കമില്ലാത്ത കാര്യമാണ്. സുപ്രീം കോടതിയുടെ സമയം പരിധി നീട്ടിക്കൊടുക്കും എന്നുള്ള ഒരു വിശ്വാസം നമ്മളെ സംബന്ധിച്ചിടത്തോളം അതായിരിക്കും. അല്ലെങ്കിൽ കോടതിയിൽ ഗവൺമെന്റ് ഒരു നടത്തേണ്ടതുണ്ട്. താങ്കളിലേക്ക് ഞാൻ തിരികെ വരാം. ശ്രീ ഡോക്ടർ PV മോഹനൻ, കല്ലിങ്കൽ സൂചിപ്പിച്ചതുപോലെ തന്നെ സുപ്രീം കോടതി കുറച്ച് സമയം കൂടുതൽ അനുവദിച്ചു തരുമെന്ന പ്രതീക്ഷയിലാണ് തദ്ദേശ സ്ഥാപനങ്ങൾ. കാരണം ഇലക്ഷനൊക്കെയാണ്, ഇനി 1 മാസക്കാലം ഇലക്ഷൻ്റെ തിരക്കാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കാലയളവിൽ ഒരു നടപടികളിലേക്ക് പോകാൻ സാധിക്കില്ല. പുതിയ ഭരണസമിതിക്കാണെങ്കിൽ അവരുടെ മുന്നിൽ ഇതൊരു വലിയ വെല്ലുവിളിയായി മാറുകയും ചെയ്യും. 1 മാസത്തിനുള്ളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ഈ ഉത്തരവ് നടപ്പിലാക്കുക പ്രായോഗികവുമല്ല. കൂടുതൽ സമയം ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് തദ്ദേശ ഭരണ സ്ഥാപന ഭരണാധികാരികൾക്കുള്ളത്. താങ്കളുടെ ഒരു കാഴ്ചപ്പാടിൽ ഈ സുപ്രീം കോടതിയുടെ ഉത്തരവ് നടപ്പാക്കുന്നത് പ്രായോഗികമാണ്, എളുപ്പത്തിൽ സാധിക്കുമോ? അർജുൻ, സുപ്രീം കോടതിയുടെ വിധിയിലേക്ക് എത്തിച്ച സാഹചര്യങ്ങളെ കുറിച്ചുകൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ലോകത്ത് പേവിഷബാധ വരാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അതായത് ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന രോഗത്തിലൊന്നാണ് പേവിഷബാധ. ലൂയി പാസ്റ്റർ ഈ രോഗത്തിനെതിരെയുള്ള വാക്സിൻ കണ്ടുപിടിച്ചിട്ട് 100 വർഷം കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും നാളെ ഇതുവരെ നമുക്കതിന് കൃത്യമായ ചികിത്സ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അപ്പൊ ഈ തെരുവ് നായ്ക്കളും പേവിഷബാധയും നമ്മുടെ നാട്ടിൽ 100 കൂടുതൽ വർഷങ്ങളായി. ഇന്ന് വരെ അതിന് ഫലപ്രാപ്തിയായ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ നമുക്ക് സാധിക്കാതെ പോയതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, നമുക്ക് അറിയാം ഈ പേവിഷബാധ ഉണ്ടാകുന്നത് തെരുവ് നായ്ക്കളിലൂടെയാണ്. തെരുവ് നായ്ക്കൾക്ക് രോഗം പിടിപെടുന്നത് വന്യമൃഗങ്ങളിൽ നിന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും തെരുവ് നായ്ക്കളുടെ നിയന്ത്രണമാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്. ഇവിടെ ഒരു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ബാധ്യത വരുത്തുന്നത്, നേരത്തെ അർജുൻ പറഞ്ഞ പോലെ 3 ലക്ഷത്തിൽ കൂടുതൽ ആളുകളെ ഒരു വർഷം കടിയേൽക്കുന്നുണ്ട്. ആവറേജ് ചികിത്സാ ചെലവ് എന്ന് പറയുന്നത് ഏകദേശം 6000-15,000 രൂപ വരെ ചികിത്സ വരാം.
ഇപ്പോൾ 10,000 രൂപ എടുത്താൽ തന്നെ നമുക്ക് ഏകദേശം 4,700 കോടി രൂപയാണ് സംസ്ഥാനത്തിന് ഈ തെരുവുനായുടെ കടിയേറ്റിട്ടുള്ള ചികിത്സയ്ക്കും മറ്റ് കാരണങ്ങൾ കൊണ്ട് ചെലവാകുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് അറിയേണ്ട ഒരു കാര്യം, ഈ മറ്റു രോഗങ്ങൾ, പ്രത്യേകിച്ച് എയ്ഡ്സ് പോലെയുള്ള TB പോലെയുള്ള രോഗങ്ങളെ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നോട്ടിഫൈബിൾ ഡിസീസ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതായത് ശ്രദ്ധേയമായ രോഗം എന്നാണ് അത് അറിയപ്പെടുന്നത്. അത്തരം രോഗങ്ങൾ വരാതിരിക്കാനും നിയന്ത്രിക്കാനും സംസ്ഥാന ഖജനാവിൽ ബഡ്ജറ്റിൽ പണം വെക്കാറുണ്ട്. അതാണ് TBക്ക് കൃത്യമായിട്ട് എല്ലാ PHCയിലും മരുന്ന് കൊടുക്കുന്നത്, അതിന് ഫോളോ അപ്പ് കൊടുക്കുന്നത്, അതിന് പരിശീലനം കൊടുക്കുന്നത്, കൃത്യമായ മാനദണ്ഡം അനുസരിച്ചിട്ടുള്ള പ്രോട്ടോകോള് അവർ പാലിക്കുന്നുണ്ട്, നടപടിക്രമങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ പേവിഷബാധയെക്കുറിച്ച് നമ്മുടെ കുട്ടികൾക്കോ നമ്മുടെ രക്ഷിതാക്കൾക്കോ പോലും കൃത്യമായ ധാരണയില്ല. ഈ തെരുവ് നായ കഴിച്ചാൽ എന്ത് ചെയ്യണം എന്നുള്ള പ്രാഥമിക ചികിത്സയെ കുറിച്ചുള്ള ബോധമില്ല. ഇപ്പൊ ബോധവൽക്കരണം നടത്താൻ ആവശ്യമായ ഫണ്ടില്ല. ഇപ്പൊ നമ്മുടെ വൈസ് ചെയർമാൻ പറഞ്ഞു അവർക്ക് ഫണ്ടുണ്ടെന്ന് പറഞ്ഞു, ശരിയാണ്. പക്ഷെ ഇത്തരം വലിയ ഫണ്ടുകൾ ഇല്ലാത്ത രീതിയിലുള്ള ഒരുപാട് പഞ്ചായത്തുകളും നഗരസഭകളും നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ഈ പേവിഷബാധയെ ഒരു നോട്ടിഫൈഡ് ഡിസീസ് ആയിട്ട് മാറ്റണം, ഡിക്ലെയർ ചെയ്യണം. അങ്ങനെ ഡിക്ലെയർ ചെയ്താൽ നമുക്ക് സംസ്ഥാന ബഡ്ജറ്റിൽ തന്നെ പ്രൊവിഷൻ ഉണ്ടാവുകയും ആശുപത്രികൾക്ക് മരുന്നെത്തിക്കാനും അതുപോലെ ജനങ്ങൾ പൊതുജനങ്ങൾക്ക് പേവിഷബാധയെക്കുറിച്ചും അത് വരാതിരിക്കാനുള്ള നടപടികളെക്കുറിച്ചും തെരുവ് നായ നിയന്ത്രിക്കുന്നതിനെ സംബന്ധിച്ചും എല്ലാം ബോധവൽക്കരണം കൊടുക്കാൻ സാധിക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ അതിന് പുറമെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. ഞാൻ ഈ മേഖലയിൽ കുറച്ചു കാലമായിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ്. നമുക്ക് അറിയാം, തെരുവ് നായ്ക്കളും മനുഷ്യരും എല്ലാ ജീവജാലങ്ങളും നമ്മുടെ വൈസ് ചെയർമാൻ പറഞ്ഞ പോലെ ദേ ഹാവ് ദ റൈറ്റ് ടു ലീവ് ഇൻ ദ വേൾഡ്. ഈ ലോകത്ത് ജീവിക്കാൻ അവകാശമുള്ളവരാണ് തെരുവ് നായ്ക്കളും മനുഷ്യരും. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത്, എൻ്റെ സുഹൃത്ത് രാജൻ ഇവിടെ ഇരിപ്പുണ്ട്, അദ്ദേഹം മൃഗസ്നേഹിയാണ്, ഞാനൊരു വെറ്ററിനറി ഡോക്ടറാണ്, ഞാനും സ്വാഭാവികമായിട്ടും ഒരു മൃഗസ്നേഹിയാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മനുഷ്യനും ഇതുപോലെ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്, ആക്രമണം കാണിക്കുന്ന ആളുകളുണ്ട്. അവരെ കോടതിയുടെ മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കുന്നുണ്ട്, അവരെ ഷെൽട്ടറിലാക്കുന്നുണ്ട്, അവർക്ക് വധശിക്ഷ വിധിക്കുന്നുണ്ട്. പക്ഷേ തെരുവ് നായ്ക്കൾ നമ്മുടെ പിഞ്ചോമനകളെ അടിച്ചു കയറി കൊല്ലുമ്പോൾ അവരെ പിടിച്ച് ഷെൽട്ടറിലാക്കി അത് കോടതി പോലെയോ അല്ലെങ്കിൽ ആ രീതിയിലോ അതിന് മാറ്റേണ്ടതുണ്ട്. ജീവിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ടല്ലോ ഇവിടെ. അപ്പൊ ഒരു വെറ്ററിനറി ഡോക്ടർ എന്ന നിലയിൽ മനുഷ്യസ്നേഹിയും കൂടിയാണ് ഞാൻ. അപ്പൊ ആ രീതിയിൽ എനിക്ക് തന്നെ കാണാൻ പറ്റുള്ളൂ. അപ്പം ഈ മൃഗസ്നേഹികളായ ആളുകൾക്ക് കൃത്യമായി ആ ഷെൽട്ടറിൽ അവരെ സേവിക്കാനുള്ള ഒരു സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കണം. കാരണം എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാൻ അവകാശം പോലെ തന്നെ മനുഷ്യർക്കും ഉണ്ട്. ഇനി ഈ ഷെൽട്ടർ ഉണ്ടാക്കാനുള്ള പ്രശ്നം എന്താണ്? നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് കേരളം പോലെയുള്ള ജനസാന്ദ്രതയുള്ള സംസ്ഥാനത്ത് നമുക്ക് അതിനുള്ള സൗകര്യങ്ങൾ വളരെ പരിമിതമാണ്. കാരണം ഒരു വീട്ടിലെ കോഴി കൂവുന്നത് പോലും അരോചകമായി പരാതിപ്പെടുന്ന നാട്ടുകാരാണ് നമ്മുടെ പലരും. അടുത്ത വീട്ടിലെ പശുവിന്റെ ചാണകമോ അല്ലെങ്കിൽ അതിന്റെ മണമോ വന്നു കഴിഞ്ഞാൽ പഞ്ചായത്തിൽ പോയിട്ട് പരാതി കൊടുക്കുന്ന ആളുകളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും പട്ടിയെ ഷെൽട്ടറിലേക്ക് മാറ്റുമ്പോൾ ഷെൽട്ടറിൽ എവിടെ പണിയും എന്നുള്ള പ്രശ്നം വരും. ക്രമറ്റോറിയത്തിന് നമ്മൾ ഒരു കെട്ടിടം പണിയാൻ പോയാൽ അവിടെ സമരം തുടങ്ങും, എല്ലാവരും മരിക്കും, എല്ലാവരും ക്രമറ്റോറിയത്തിൽ അടക്കപ്പെടും. പക്ഷെ അത് മനസ്സിലാക്കുന്നില്ല. അതേപോലെ തന്നെയാണ് ആട്, പശു, കോഴി, പന്നി ഇത്തരം ഫാമുകൾക്ക് പോലും ആളുകൾ പരാതി പറയുന്ന സ്ഥലത്ത് നമ്മൾ ഷെൽട്ടർ പണിയാൻ പോയാൽ നാട്ടുകാർ അവിടെ സമരം ചെയ്യും, ഒരു സംശയം വേണ്ട. ഇപ്പോ ചില സ്ഥലങ്ങളിൽ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ABC പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ആ ABC പ്രോഗ്രാം ചെയ്യുന്നത് തന്നെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലാണ്. പട്ടികൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെതായ ഒരു സ്മെല്ലുണ്ടാവും. അപ്പൊ നാട്ടുകാർ ഇതിന് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പൊ ഇത് ഷെൽട്ടർ പണിയുക എന്ന് പറയുന്നത് കേരളം പോലെ ജനസാന്ദ്രതയേറിയ സ്ഥലത്ത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇനി ഷെൽട്ടറിൽ തന്നെ നമുക്ക് ഒരു കാര്യം ചെയ്യാം, എണ്ണം കൂടാത്ത രീതിയിൽ ഓരോ പഞ്ചായത്തിലും ഓരോ ഷെൽട്ടർ പണിയുക എന്നുള്ളതാണ്. കാരണം എണ്ണം കൂടുന്തോറും അതിന്റെ കോംപ്ലിക്കേഷൻ വർദ്ധിക്കും. അപ്പോൾ ചെറിയ പഞ്ചായത്തിൽ പോലും ഒരു 10-25 മൃഗങ്ങളെ വളർത്താൻ ആവശ്യമായ മാക്സിമം 50 എന്ന നമ്പർ നിർത്തിക്കൊണ്ട് ഷെൽട്ടർ പണിയുകയാണ് ഏറ്റവും അനുയോജ്യമായ ഒരു കാര്യം. അതിന് ഫണ്ട് വേണം. അതിന് ഷെൽട്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ PC ആക്ട് അനുസരിച്ചുള്ള അനുബന്ധ സൗകര്യങ്ങൾ വേണം, അവർക്ക് ഫാൻ വേണം, കുടിക്കാൻ വെള്ളം വേണം, ഭക്ഷണം കൊടുക്കാൻ സഹായം വേണം, വെറ്ററിനറി ഡോക്ടർ സ്ഥിരമായിട്ട് അവിടെ ഉണ്ടായിരിക്കണം. വലിയ സാമ്പത്തിക ബാധ്യതയാണ്. ഒരു പഞ്ചായത്തിന് ഒരു പക്ഷേ തളിപ്പുറം നഗരസഭയെ പോലെ വരുമാനമുള്ള പഞ്ചായത്ത് ആകണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ ഗവൺമെന്റ് തന്നെ ഇതിനെ ഒരു നോട്ടിഫൈഡ് ഡിസീസ് ആക്കി കണക്കാക്കി സംസ്ഥാന ബഡ്ജറ്റിൽ ഇതിനൊരു ഫണ്ട് എല്ലാ വർഷവും നീക്കി പഞ്ചായത്തുകൾക്ക് നിർബന്ധമായും നടപ്പിലാക്കാനുള്ള നിർദ്ദേശം കൊടുത്താൽ മാത്രമേ ഇത് പൂർണ്ണമായും നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. സങ്കേതം പോലെയുള്ള അവരുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്.
അത്തരം കാര്യങ്ങൾ കൂടി ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ ഷെൽട്ടറിംഗ് കാര്യമായിട്ട് നടത്താൻ സാധിക്കുകയുള്ളൂ. ഇനി ABC സംബന്ധിച്ച് പറയുമ്പോൾ നമുക്കറിയാം സുപ്രീം കോടതിയുടെ വിധിക്ക് മുമ്പ് വന്നിട്ട് നമ്മുടെ ആനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഡയറക്ഷൻ ഉണ്ട്. ആ ഡയറക്ഷൻ എന്താ പറയുന്നത് അറിയോ? 2000 സർജറി ചെയ്തിട്ടുള്ള ഒരു ഡോക്ടർക്ക് മാത്രമേ ABC ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. എത്ര ബാലിശ്യമായിട്ടുള്ള ഒരു കാര്യമാണത്. 2000 ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു ഡോക്ടർ എത്ര കാലം കഴിഞ്ഞിട്ടായിരിക്കും? അപ്പൊ അത്രയും ഡോക്ടർമാർ നമുക്ക് ഇവിടെ കിട്ടൂ. അപ്പൊ 2000 ഓപ്പറേഷൻ ചെയ്തവർക്ക് മാത്രമേ ABC ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന വളരെ അശാസ്ത്രീയമായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഒഴിവാക്കണം. അതുപോലെ തന്നെ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശം എന്ന് പറയുന്നത് നമ്മളിതിനെ ഓപ്പറേഷൻ നടത്തിയ ശേഷം സജ്ജീകരിച്ച ശേഷം എവിടെയാണോ കൊടുത്തത് അവിടെ തിരിച്ചു കൊണ്ടുപോയി വിടണം എന്നുള്ളതാണ്. അതിന്റെ ആവാസ വ്യവസ്ഥയിൽ അതിനെ വിടണം എന്നുള്ളതാണ്. പക്ഷെ അത് പ്രാക്ടിക്കലാണോ? ഇപ്പൊ അതിന് വിരുദ്ധമായിട്ടാണ് ഇപ്പൊ സുപ്രീം കോടതി വിധി. നമുക്ക് അറിയാം സുപ്രീം കോടതി വിധിയുടെ മുകളിൽ വേറൊന്നുമില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും സുപ്രീം കോടതി വിധി നമ്മൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. ബഹുമാനപ്പെട്ട കോടതിയുടെ വിധി കൃത്യമായി അത് പറഞ്ഞിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ നമുക്ക് ഷെൽട്ടർ പണിയാൻ മാത്രമേ ഉള്ളൂ. ഈ പിടിച്ച ആനിമലെ തിരിച്ചു കൂടാൻ നമുക്ക് സാധിക്കില്ല. ഷെൽട്ടറിലേക്ക് മാറ്റിയേ പറ്റുള്ളൂ. ഷെൽട്ടറിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിന് പഞ്ചായത്തില് ഓരോ പഞ്ചായത്തിലും ഓരോ LSGയുടെ കീഴിലും ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടാക്കണമെന്ന് നേരത്തെ തന്നെ നമ്മുടെ ABC റൂളിൽ പറയുന്നുണ്ട്. എല്ലാ പഞ്ചായത്തിലും നഗരസഭകളിലും കോർപ്പറേഷനുകളിലും ഈ പറഞ്ഞിരിക്കുന്ന ഷെൽട്ടർ ഉണ്ടായിരിക്കണം. അതിന് മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടായിരിക്കണം. അതിന് ഫണ്ടിങ് കൊടുത്തിരിക്കണം. ശരി, ഞാൻ ഡോക്ടറിലേക്ക് തിരികെ വരാം. ശ്രീ രാജൻ കുരുന്നോൻ, സുപ്രീം കോടതി ഉത്തരവ് തെരുവ് നായകളെ പൊതുവിടങ്ങളിൽ നിന്ന് പിടികൂടി ഷെൽട്ടറുകളിലേക്ക് മാറ്റണം എന്ന വിധിയെ താങ്കൾ എങ്ങനെ കാണും? ഈ സുപ്രീം കോടതി വിധിയെ ഏറ്റവും നന്നായി സ്വാഗതം ചെയ്യുന്നു. കാരണം ഇത് കുറച്ച് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഈ തെരുവിൽ അഴിഞ്ഞു നടക്കുന്ന നായകളെ സംരക്ഷിക്കുക. കാരണം കോടിക്കണക്കിന് രൂപ കേന്ദ്ര ഗവൺമെന്റ് ഈ മൃഗസംരക്ഷണ വകുപ്പിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. അത് സംസ്ഥാന സർക്കാർ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചിട്ടില്ല എന്ന് നമുക്ക് കണക്കുകൾ പരിശോധിച്ചാൽ മനസ്സിലാവും. എന്റെ അറിവിൽ അത് നിങ്ങൾ പരിശോധിക്കുക. എന്റെ അറിവിൽ 93 കോടി രൂപ കേന്ദ്ര സർക്കാർ സംസ്ഥാന ഗവൺമെന്റിന് ഈ മൃഗസംരക്ഷണത്തിനുമായിട്ട് അനുവദിച്ചിട്ടുണ്ട്. അതിൽ കേവലം 13 കോടി രൂപയാണ് ഇതുവരെ ചെലവഴിച്ചത്. ഇത് പറയാൻ കാരണം ഇത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് വളരെ നിസ്സാരമായി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഈ കേരളത്തില് പ്രദീപ് അയ്യൂർ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട് പാലക്കാട്. ആ കക്ഷി 200ഓളം നായകളെ ഒരു ഏക്കർ പറമ്പില് സ്വന്തമായി ഈ ഞങ്ങളെ പോലുള്ള മൃഗസ്നേഹികളുടെ ഫേസ്ബുക്ക് കൂട്ടായ്മയിലൂടെയുള്ള ധനസഹായം കൊണ്ട് മാത്രം ഒരു ദിവസം 100 കിലോ ഏറെ അരിയും 3ഓളം സ്റ്റാഫും ഇതിനു വേണ്ടി മാത്രം വന്നിട്ട് സ്വന്തമായി ഈ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. വെറും മൃഗസ്നേഹികളുടെ ധനസഹായം കൊണ്ട് മാത്രം ഫേസ്ബുക്ക് ഫേസ്ബുക്കിലൂടെ പൈസ സമാഹരിച്ചിട്ട് ഇതിനു വേണ്ടുന്ന എല്ലാ അത് റോഡിൽ വണ്ടി തട്ടിയിട്ടും കിണറ്റിൽ വീണിട്ടും കുളത്തിൽ വീണിട്ടും അപകടം പറ്റിയിട്ടും വളരെ കൊഴുത്തതും എല്ലാം ഉള്ള പട്ടികളെ എടുത്തു കൊണ്ടുപോയി ആംബുലൻസ്, അതിനായിട്ട് ഒരു ആംബുലൻസ് ഉണ്ട് ഉള്ളിലേക്ക്, അതിൽ കൊണ്ടുപോയിട്ടാണ് ഈ വെറ്റിനറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ശുശ്രൂഷിച്ചിട്ടാണ് അത് വന്നിട്ട് ലക്ഷക്കണക്കിന് റുപ്യയുടെ ബാധ്യത ആകർഷിക്കുന്നുണ്ടായി. അപ്പൊ ഈ ഒരു തദ്ദേശ സ്വയംഭരണ വകുപ്പിന് എന്തുകൊണ്ട് ഇത് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് ഉത്തരവാദിത്തപ്പെട്ട സമാധാനം പറയണം, ഗവൺമെന്റ് സമാധാനം പറയണം. കാരണം ഇപ്പോൾ ഒരു കോടതി വിധി വരുമ്പോൾ കുറച്ച് നാളേക്ക് ഇവർ കുറച്ച് കോലാഹലം ഉണ്ടാക്കും. അത് കഴിഞ്ഞാൽ ഇതങ്ങനെ ഇലക്ഷൻ, ഇതിപ്പോ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ നിയമസഭാ ഇലക്ഷൻ വരും. ഈ ഇലക്ഷന്റെ പേരും പറഞ്ഞ് ഇങ്ങനെ സുപ്രീം കോടതി വിധിച്ച ഒരു വിധി നടപ്പിലാക്കാൻ എന്തിനാണ് ഭരണം മാറുന്നത് കാത്തിരിക്കുന്നത്? അതിന് നടപ്പിലാക്കുന്നതിന് എന്താണ് പ്രോട്ടോകോൾ തടസ്സം? നേരത്തെ മുനിസിപ്പൽ ചെയർമാൻ പറഞ്ഞതായിട്ട് കേട്ടു. അത് സുപ്രീം കോടതി വിധി നടപ്പിലാക്കുന്നത് ഇലക്ഷനുമായിട്ട് ഒരു ബന്ധമൊന്നുമില്ല. അതിന് 8 ആഴ്ച സമയം ധാരാളമാണ്. അതേപോലെ തന്നെ എന്റെ അറിവില് പാലക്കാടൻ ചങ്ങാതി എന്ന് പറഞ്ഞ വേറൊരു വ്യക്തിയുണ്ട്. പുള്ളിയും ഈ പ്രദീപ് അയ്യൂറിനെ കൊണ്ട് പറഞ്ഞ പോലെ സ്വന്തമായി ആംബുലൻസ്, സ്വന്തമായി ഷെൽട്ടർ ഉള്ളതാണ്. കേരളത്തിൽ ഇതേപോലെ ശ്രീദേവി എസ് നർത്ത, നമ്മൾ കണ്ണൂരിലാണെങ്കിൽ അഡ്വക്കേറ്റ് ദീപാ രാമേന്ദ്രൻ, ഒരു ബ്രാഹ്മണ യുവതിയാണ്. കക്ഷി നമ്മൾ ഇതേപോലെ ഒരു റെസ്ക്യൂയുടെ ഭാഗമായിട്ടാണ് പരിചയപ്പെട്ടതും. അങ്ങനെയാണ് നമ്മൾ ഈ കൂട്ടായ്മ ഉണ്ടാക്കിയത്. ഈ കെയറിംഗ് ഹാൻഡ്സ് എന്ന് പറഞ്ഞ കൂട്ടായ്മ ഉണ്ടാക്കിയത് നമ്മളെല്ലാം കൂടിയാണ്. കണ്ണൂർ ജില്ലയിൽ അങ്ങോളോ ഇങ്ങോളോ എവിടെ ഈ പന്നിക്കണിയിൽ കുടുങ്ങിയിട്ടും വണ്ടി തട്ടിയിട്ടും അതായത് ഏറ്റവും കൂടുതൽ തെരുവ് നായക്ക് ശല്യം വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പട്ടി പ്രേമം മൂത്തിട്ട് ഓരോ ആള് വീടുകളിൽ വലിയ മുന്തിയ ബ്രീഡിനെ പൈസ കൊടുത്ത് കൊണ്ടുപോയി പോയിട്ടു. അപ്പൊ ഒന്നിക്കൽ കുട്ടികളെ കമ്പത്തിനായിരിക്കും, അല്ലെങ്കിൽ അവൾ വീട്ടിലെ മുതിർന്നവരെ കമ്പത്തിനായിരിക്കും. കുറച്ച് മാസം കഴിയുമ്പോൾ ഈ കമ്പം തീരും. ഈ കമ്പം തീരുമ്പോൾ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും രോഗം വരും. പിന്നെ ഇതിന് ചികിത്സിക്കാനും മെനക്കെടാനൊന്നും ഇതിற்கு താല്പര്യം ഉണ്ടാവില്ല.
അപ്പൊ ഈ മൃഗങ്ങളെ ഏറ്റവും കൂടുതൽ ലാഭ ഇനത്തിൽപ്പെട്ട നല്ല, അതായത് സ്വന്തം വീട്ടിൽ മക്കളെ പോലെ പോറ്റേണ്ട ഒരു ലാബിനാണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ വിൽപ്പനയുള്ളത്. അപ്പൊ ഇതിനെ ഇങ്ങനെ പോയിട്ട് ഒരു സുപ്രഭാതത്തിൽ ഈ റോഡിൽ കൊണ്ട് കളയുമ്പോൾ ഈ തെരുവിൽ ഇതിന് യാതൊരു പരിചയവും ഉണ്ടാവില്ല. ശ്രീ രാജൻ, എല്ലാം ഇങ്ങനെ തെരുവിൽ ഉപേക്ഷിക്കുന്ന നായകളല്ല ഈ അക്രമകാരികളായി മാറുന്നത്. ശരി, അല്ല, തെറ്റാണത്. ഇതിനിടക്ക് പിന്നെ തളിപ്പറമ്പിലാണോ കൃത്യമായി മുഴപ്പിലങ്ങാടോ എന്നറിയില്ല, ഒരു കുട്ടി കടിയേറ്റ് മരിക്കാനിടയായത് ജർമ്മൻ ഷെപ്പേർഡ് ഇനത്തിലുള്ള നായ കടിച്ചതാണ്. അത് പിന്നെ വീടുകളിൽ നിന്ന് പോയിട്ട് ഒരു നായയല്ല, അതൊരു നായക്കൂട്ടം തന്നെയായിരുന്നു. ഒരു കൂട്ടമായി എത്തിയ നായക്കൂട്ടമാണ്. ആക്രമണമുണ്ട്. ആദ്യമായി പറയട്ടെ, നിങ്ങളെ പോലെയുള്ള മീഡിയകളാണ് ഈ പറഞ്ഞ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു നായ കടിക്കുമ്പോൾ അത് കേരളം ഒട്ടാകെ പ്രചരിപ്പിക്കുന്നത് സോഷ്യൽ മീഡിയ. എവിടെയെങ്കിലും അല്ല ശ്രീ രാജൻ, ഞാൻ നേരത്തെ ഇൻട്രോയിൽ സൂചിപ്പിച്ചു, കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 3 ലക്ഷത്തിലധികം ആളുകൾക്കാണ് നായയുടെ കടിയേറ്റത്. എവിടെയെങ്കിലും ഒരു സംഭവമല്ല, ഒറ്റപ്പെട്ട സംഭവമല്ല ഇത്. 2004 മുതലുള്ള കണക്കങ്ങൾ എടുത്ത് 2004 മുതൽ ഇവിടെ മനുഷ്യൻ ചെയ്ത കുറ്റകൃത്യങ്ങളുടെ ലിസ്റ്റുകളൊക്കെ കയ്യിലുണ്ടോ? അതാണ് നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ചത്. മനുഷ്യൻ കുറ്റം ചെയ്താൽ ശിക്ഷിക്കാൻ കോടതിയും സംവിധാനവും ഒക്കെ ഉണ്ട്. ഈ കടിച്ച നായിനെ ഏതെങ്കിലും മനുഷ്യൻ വെറുതെ വിട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കടിച്ച നായിനെ തല്ലിക്കൊല്ലാതെ ഏതെങ്കിലും, അല്ലെങ്കിൽ അതിന്റെ കൂടെയുള്ള നായകളെല്ലാം കെട്ടിത്തൂക്കിയിട്ടും വിഷമിച്ച് കൊല്ലാതെ ഏതെങ്കിലും ഒരു ടൗൺ ഉണ്ടോ? നിങ്ങൾ പറയണം. ആ ഒരു നായയും കടിച്ച നായനെ വെറുതെ വിട്ടിട്ടില്ല നാട്ടുകാർ. അത് ആ നായനെ മാത്രമല്ല, ആ പരിസരത്തുള്ള നായകളെല്ലാം ഏതോ ഒരു അമ്പല പരിസരത്ത് കെട്ടിത്തൂക്കിക്കൊന്ന ഈ അക്രമകാരികളായ തെരുവ് നായ കൊച്ചു കുട്ടികളെ ഉൾപ്പെടെ കടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കുമ്പോൾ അവിടുത്തെ ജനങ്ങൾ പിന്നെ എങ്ങനെയാണ് പ്രതികരിക്കുക? താങ്കൾ എന്താണ് പറയുന്നത്? തെരുവ് നായ കേരളത്തിൽ എനിക്ക് അറിവ് പ്രകാരം 50 ലക്ഷത്തോളം തെരുവ് നായയുണ്ട്. ഇതില് മനുഷ്യന് രോഗം വരുന്ന പോലെ തെരുവിൽ ജീവിക്കുന്ന, ഈ മനുഷ്യനെ ആശ്രയിച്ച് മാത്രം തെരുവിൽ കഴിയുന്ന ഈ ജീവികൾക്ക് രോഗം വരും. ഇവർക്ക് കൈയും കാലും വായും തലയും ഉള്ളൂ. അപ്പൊ ഈ വായ കൊണ്ടാണ് ഇവർക്ക് പ്രതികരിക്കാൻ അറിയാം. അത് സ്വാഭാവികമായിട്ടും മനുഷ്യനുണ്ടാകുന്ന എല്ലാ വികാരങ്ങളും ഒരു ജീവി എന്ന നായക്കുണ്ടാവും. അപ്പൊ അത് കടിക്കും. അത് ആ സാഹചര്യം ഒഴിവാക്കാനാണല്ലോ സുപ്രീം കോടതി ഇങ്ങനെ ഒരു ഉത്തരവിട്ടത്. ശ്രീ കല്ലിങ്കൽ പത്മനാഭൻ, ശ്രീ രാജൻ പറയുന്നത് തദ്ദേശ സ്ഥാപനങ്ങൾ വിചാരിച്ചാൽ എളുപ്പത്തിൽ ഈ തെരുവ് നായ ശല്യം പരിഹരിക്കാൻ സാധിക്കുമെന്നാണ്. ഇല്ല, അദ്ദേഹം പറയുന്നതിൽ അത്ര കാര്യമില്ല. അത് അത്ര എളുപ്പമാണെങ്കിൽ ഇത് ആർക്കും അതിന് തടസ്സമുള്ള കാര്യമൊന്നുമല്ല. എളുപ്പമല്ലാത്തത് കൊണ്ടാണ് ഇതിങ്ങനെ നീണ്ടുപോകുന്നതും. സുപ്രീം കോടതി വിധി സ്വാഗതാർഹമാണ്. ഞാൻ ഒരു മൃഗസ്നേഹിയാണ്. നമ്മളൊന്നും പിന്നെ മൃഗങ്ങളെ കണ്ടാൽ അങ്ങനെ അടിച്ചു കൊല്ലുന്ന ആട്ടിപ്പായ്ക്കുന്നവരല്ല. ഒരു ബിസ്ക്കറ്റിന്റെ വണ്ടിയിൽ സ്ഥിരമായിട്ടുണ്ടാവും. എവിടെ കണ്ടാലും എന്നെ പൊന്നുപോലെ സ്നേഹിക്കുന്ന ഒരു തെരുവ് നായുണ്ട് എൻ്റെ മുനിസിപ്പാലിറ്റിക്കകത്ത്. നമ്മള് ഡോക്ടർക്ക് അറിയാം, എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട നായയാണ്. അപ്പോൾ അതുപോലെ നമ്മൾ സുപ്രീം കോടതി വിധി സ്വാഗതം ചെയ്യുന്നു. പക്ഷെങ്കിൽ ഇവിടെ ഉണ്ടായിട്ടുള്ള രാജ്യം പറയുന്നത് ഒരു അത്രയും പെട്ടെന്ന് ഏത് നഗരസഭക്കോ പഞ്ചായത്തുകൾക്കോ ഇത് സാധിക്കുന്നില്ല. ഏറ്റവും പ്രയാസം സ്ഥലമെടുപ്പാണ്. നമ്മളൊരു സ്ഥലമെടുപ്പിന് ഒരുപാട് പ്രോസസ് ഉണ്ട്. ഞാനിപ്പോ ലൈഫ് പദ്ധതിക്ക് വേണ്ടി തളിപ്പറമ്പിൽ ഒരു സ്ഥലമെടുക്കാൻ പോയപ്പോ ഉണ്ടാകുന്ന പ്രോസസ് 6 മാസമായി ഞങ്ങൾ അതിന്റെ പറയുകയാണ്. അപ്പൊ ആ സ്ഥലം എടുക്കാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന, അത് വില കൊടുത്തിട്ട് വേണം സ്ഥലം എടുക്കാൻ. ഏതെങ്കിലും പ്രൈവറ്റ് അല്ലെങ്കിൽ പുറമ്പോക്ക് കണ്ടെത്തിയിട്ട് എടുക്കേണ്ടി വരും. അതിനും ചില പ്രോസസ്സുകൾ ഉണ്ട്. അപ്പൊ അതൊക്കെ നടപ്പാക്കാൻ അത് രാജനെ അത്ര ഈസി ആയിട്ട് പറയുന്നത് ശരിയല്ല. രാജൻ സാറിന്റെ അഭിപ്രായത്തോട് വിയോജിപ്പുണ്ട്. പഞ്ചായത്ത് നമ്മളൊക്കെ ഡോക്ടർ പറഞ്ഞില്ലേ ഞാനൊരു മൃഗസ്നേഹിയാണ്, പക്ഷെ അദ്ദേഹത്തിന് അറിയാം എത്രയോ ആളുകളെ കടിക്കുമ്പോൾ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ 3 ലക്ഷത്തിലധികം ആളുകൾ നമുക്കറിയാം ഈ മരിച്ചു വീഴുന്ന അവസ്ഥയിലേക്ക്, പേവിഷബാധ വന്ന് മരിച്ചു വീഴുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോണ്ടാകുന്ന പ്രയാസം നമുക്ക് ഇല്ല. കുടുംബാംഗങ്ങൾക്ക് അല്ലെങ്കിൽ നാട്ടുകാർക്ക് ഉണ്ടാകുന്ന പ്രയാസം ചെറുതാണോ? അപ്പൊ അതൊന്നും അത്ര എളുപ്പമായി നമുക്ക് തോന്നുന്നില്ല. ഈ 8 മാസത്തെ കാലയളവ് കൊണ്ട്, അല്ല 8 ആഴ്ചത്തെ കാലയളവ് കൊണ്ട് നഗരസഭ സ്ഥലം എടുത്ത് അവിടെ ഷെൽട്ടർ പണിത് അതിന് വാക്സിനേഷൻ നൽകി അതിന് ABC പ്രോസസ്സ് നടത്തിയൊക്കെ കൊണ്ടുപോവുക എന്നുള്ളത് അപ്രായോഗികമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് സുപ്രീം കോടതിയോട് സമയം നീട്ടി നൽകാൻ ആവശ്യപ്പെടണം. അതാണ് ഇതിന് ഏറ്റവും എളുപ്പ മാർഗം. ആ സമയം കൊണ്ട് തന്നെ എനിക്ക് പറയുന്നത് മുഴുവൻ പട്ടികൾക്കും വാക്സിനേഷൻ നൽകാൻ എല്ലാ പഞ്ചായത്ത്, നഗരസഭ, കോർപ്പറേഷനിൽ തയ്യാറാവുക. വാക്സിനേഷൻ നൽകുക. ആദ്യം വാക്സിനേഷൻ നൽകി വിട്ട് അതിനൊരു ബെൽറ്റും കൂടി ഇട്ട് കൊടുത്താൽ ആളുകൾക്ക് മനസ്സിലാവും. അവരുടെ ഈ അക്രമ ശൗര്യം കുറയും. മനുഷ്യരാൽ പിടിക്കപ്പെടുമ്പോ അക്രമകാരികളായ. പക്ഷേ ശ്രീ കല്ലിങ്കൽ, സുപ്രീം കോടതി ഉത്തരവിൽ പറയുന്നത് അവയെ ബന്ധീകരിച്ച ശേഷം തുറന്നു വിടരുത് എന്നാണ്, ഷെൽട്ടറിൽ കൊണ്ട് ആക്കണം എന്നാണ് പറയുന്നത്. നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ ഒരു കോഴി കൂവിയാൽ തന്നെ അടുത്തുള്ള വീട്ടുകാരും നാട്ടുകാരും വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കും. അത്തരത്തിലുള്ള ഈ നായക്കൂട്ടത്തെ ഒരു ഷെൽട്ടറിലേക്ക് മാറ്റുമ്പോൾ അത് തൊട്ടടുത്ത ആളുകൾ എങ്ങനെയാണ് ആ സ്ഥലം വിട്ടു നൽകുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ സ്ഥലം കണ്ടെത്തുക? അതല്ലേ ഏറ്റവും വലിയ വെല്ലുവിളി. അതാ വെല്ലുവിളി. രാജൻ സാറിനോട് ഞാൻ പറഞ്ഞതോ അത് തന്നെയാണ്. നമുക്ക് ആളുകൾ സ്ഥലം തരാൻ തയ്യാറാവില്ല. പൊന്നും വില കൊടുത്ത് ചിലപ്പോൾ എടുത്താൽ പോലും
അടുത്ത പരിസരവാസികൾ അതിനെതിരെ അതിശക്തമായ സമരമുറകളുമായി പക്ഷേ കോടതി ഉത്തരവ് നടപ്പിലാക്കിയില്ലെങ്കിൽ അത് കോടതി അലക്ഷ്യവുമാവും. അലക്ഷ്യമാവും. കോടതി നടപ്പാക്കുക എന്നുള്ളത് നഗരസഭ പഞ്ചായത്തുകളുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്. അത് നടപ്പാക്കിയേ പറ്റൂ. കോടതി അലക്ഷ്യത്തെ നേരിടാൻ വേണ്ടി നമുക്ക് നടപ്പാക്കിയേ പറ്റൂ. കോടതി അലക്ഷ്യം നേരിടാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് നമ്മുടെ ജീവിക്കുന്ന ജനങ്ങൾ, നമ്മുടെ വിദ്യാർത്ഥികളായ കുട്ടികൾ, അതുപോലെ തന്നെ മറ്റ് വയസ്സായ ആളുകൾ എല്ലാവരും ഒരു പേവിഷവിളകിയ ഒരു പട്ടി ഓടി നാട്ടുകാരെ മുഴുവൻ കടിക്കുകയാണ്. അപ്പൊ അതില്ലാതാക്കാൻ നമ്മൾ ശ്രമിച്ചേ പറ്റൂ. അതിനെന്ത് വില കൊടുത്തും നമ്മളത് സംരക്ഷിച്ച് അതിന് ABC ചെയ്ത് അതിനെ ഷെൽട്ടറിൽ അടച്ച് അതിന് വേണ്ടുന്ന ഭക്ഷണവും സൗകര്യങ്ങളും ഒക്കെ കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമ്മൾ ചെയ്തേ പറ്റൂ. ശരി ഡോക്ടർ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ കോടതി ഉത്തരവ് നടപ്പാക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ കല്ലിങ്കിൽ സൂചിപ്പിച്ചതുപോലെ പ്രതീക്ഷിക്കുന്നത് പോലെ കുറച്ചധികം സമയം കോടതി അനുവദിക്കുമായിരിക്കും. അങ്ങനെയെങ്കിൽ കൂടി കുറച്ച് വൈകിയാണെങ്കിൽ കൂടി ഈ കോടതിയുടെ ഉത്തരവ് നടപ്പിലാക്കിയാൽ തന്നെ ഈ തെരുവ് നായ ശല്യം പരിഹരിക്കാൻ ഏതാണ്ട് എത്ര വർഷം എടുക്കും? നമ്മളിത് പറയാൻ തുടങ്ങിയിട്ട് 19 കൊല്ലമായി. ഇതുവരെ നമുക്കത് നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ എനിക്ക് നമ്മുടെ വൈസ് ചെയർമാനോട് പറയാനുള്ളത്, തളിപ്പറമ്പ് നഗരസഭയിൽ അറവുശാലയില്ല. അവിടെ മൃഗങ്ങൾ വെട്ടുന്നുണ്ട്, അറവ് മാലിന്യങ്ങൾ പുഴയിൽ തള്ളുന്നുണ്ട്. കണ്ണൂർ കോർപ്പറേഷൻ അറവുശാലയില്ല. കക്കാട് പുഴ മുഴുവൻ അവിടുത്തെ അറവിൻ്റെ മാലിന്യങ്ങൾ കൊണ്ടുപോയി തള്ളി അവിടെ തെരുവ് പട്ടികൾ വലിച്ചു നടക്കുന്ന വീഡിയോയും ഫോട്ടോസും ഞാൻ സ്ഥിരമായി എടുക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ അറവുശാലകൾ ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ ഏകദേശം ഒരു ദിവസം 300-400 മൃഗങ്ങൾ വെട്ടുന്നുണ്ട്. 1500-2000 കിലോ വേസ്റ്റ് ഓരോ പുഴയിലും കൊണ്ടുപോയി തള്ളുകയാണ്. അപ്പൊ അറവ് മാലിന്യങ്ങൾ തിന്ന് ശീലിച്ച തെരുവ് നായ്ക്കൾ കുറച്ചുകൂടി ആക്രമകാരികളാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. അപ്പൊ ആദ്യം വേണ്ടത് മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ കൃത്യമായിട്ട് നടപ്പിലാക്കുക എന്നുള്ളതാണ്. അതിന് നമ്മുടെ കോഴി വേസ്റ്റ് സംസ്കരിക്കാൻ രണ്ടിംഗ് പ്ലാന്റുകൾ സംസ്ഥാനത്തും ജില്ലയിലും വന്നതോടുകൂടി ആ ഒരു പ്രശ്നം ഒരു പരിധിവരെ പരിഹരിച്ചിട്ടുണ്ട്. പക്ഷെ വലിയ മൃഗങ്ങളെ അറവിന് വിധേയമാക്കാൻ കണ്ണൂർ ജില്ലയിൽ ശാസ്ത്രീയമായ ഒരു അറവുശാലയും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് നാണക്കേടാണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ നഗരസഭകളും പഞ്ചായത്തും ചെയ്യേണ്ടത് തെരുവ് പട്ടികൾ ഉണ്ടാകുന്നത് എവിടെ നിന്നാണ്? ഉടമകളെ വീട്ടിൽ നിന്ന് നേരത്തെ രാജൻ പറഞ്ഞ പോലെ ഇറക്കി വിടുമ്പോഴാണ്. അപ്പോൾ ഈ ലൈസൻസ് ഇല്ലാതെ ഒരു വീട്ടിലും ഒരു പട്ടിയും വളർത്താൻ പാടില്ല എന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൃത്യമായി അതിന്റെ മോണിറ്ററിംഗ് ചെയ്യണം. അവിടുത്തെ വാർഡ് മെമ്പറും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രതിനിധികളും ഉൾപ്പെടെ വീടുകൾ സന്ദർശിച്ച്, വെറ്ററിനറി ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെ വീടുകൾ സന്ദർശിച്ച് ഓരോ വീട്ടിലും പട്ടി ഉണ്ടെങ്കിൽ അതിന് വാക്സിനേഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ആ പട്ടിയെ ഒരു കാരണവശാലും പുറത്ത് അഴിച്ചുവിടില്ല എന്ന് ഉറപ്പുവരുത്തണം. അതിനെന്ത് വേണം? ടാഗിങ് വേണം. ഞാനൊക്കെ ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിക്കുന്ന വ്യക്തിയാണ്. അവിടെയെല്ലാം അവർ ചെയ്തിരിക്കുന്നത് ഏത് പട്ടി പുറത്തു പോയാലും അതിനെ അപ്പം തന്നെ ദൂരെ നിന്ന് സ്കാൻ ചെയ്തിട്ട് ആ ഉടമയെ വിളിക്കും. നിങ്ങളുടെ പട്ടി ഇന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, ഉടനെ പിടിച്ചുകൊണ്ട് പോകണം. അപ്പൊ ആ റെസ്പോൺസിബിലിറ്റി ഉടമയ്ക്ക് കൊടുക്കണം. അതായത് തെരുവ് പട്ടികൾ ഉണ്ടാകുന്നത് നമ്മുടെ മൃഗസ്നേഹികളിൽ തന്നെയാണ്, സ്വാഭാവികമായിട്ടും വീട്ടുകാരിൽ നിന്നാണ്. അവരതിനെ അഴിച്ചുവിടുന്നത് ഒഴിവാക്കണം. കൃത്യമായ മോണിറ്ററിംഗ് ഉണ്ടാവണം. ലൈസൻസിങ് കർക്കശമായിട്ട് നടപ്പിലാക്കണം. എത്ര പഞ്ചായത്തുകൾ ഇത് ഫോളോ ചെയ്യുന്നുണ്ട്? ഓരോ വീട്ടിലും പോയിട്ട് പരിശോധിക്കാൻ എത്ര പഞ്ചായത്തുകൾ തയ്യാറാണ്? എത്ര നഗരസഭകൾ തയ്യാറാണ്? അങ്ങനെ ഏതെങ്കിലും നഗരസഭ ആ നഗരസഭയിലെ മൊത്തം പട്ടികളെ സെൻസസ് എടുത്തിട്ട് അതിനെ മുഴുവൻ വാക്സിനേറ്റ് ചെയ്തു എന്ന് ഉറപ്പുവരുത്താറുണ്ടോ? ഇതാണ് ചെയ്യേണ്ടത്. ഇനി നഗരസഭയ്ക്ക് സ്ഥലം കിട്ടാത്ത സാഹചര്യമുണ്ട്. രാജനെ പോലെ വളരെ തലപ്പരനായിട്ട് മൃഗസ്നേഹി കൂട്ടായ്മ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഞാനൊരു സജഷൻ വെക്കാം. അങ്ങനെ രാജനെ പോലെയുള്ള മൃഗസ്നേഹികളുടെ കൂട്ടായ്മയ്ക്ക് അവർക്ക് സ്വന്തമായി സ്ഥലം കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് PPP മോഡലിൽ പദ്ധതി നടപ്പിലാക്കാം. നിങ്ങൾ ഫണ്ട് വകയിരുത്തൂ, അവർക്ക് ഫണ്ട് കൊടുക്കൂ. അവർ മൃഗസ്നേഹികളാണ്, അവർക്ക് അതിനെ പരിപാലിക്കാൻ അറിയാം, അവർക്ക് അവരുടെ സ്നേഹമുണ്ട്, അവർ തന്നെ കൊല്ലില്ല എന്ന് ഉറപ്പുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ഷെൽട്ടർ അവരെ പണിതോളും. അതിനാവശ്യമായ സാമ്പത്തിക സഹായം PPP മോഡലിൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാനായിട്ട് പഞ്ചായത്തുകളും നഗരസഭകളും ഫണ്ട് കൊടുക്കണം. അപ്പോൾ പിന്നെ നഗരസഭകൾക്ക് സ്ഥലം കണ്ടെത്താൻ പരിമിതി ഉണ്ടാവും. അവർ ഓൾറെഡി സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. അവർ പല ജില്ലകളിലും ഇത്തരം പദ്ധതികൾ ചെയ്യുന്നുണ്ട്. അതിനെന്ത് ചെയ്യണം? ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ രാജനെ പോലെയുള്ള ആൾ മുന്നോട്ട് വരികയാണെങ്കിൽ ഒരു 10-100 പട്ടികളെ ഷെൽട്ടറിൽ ചെയ്യാവുന്ന 6-7 കേന്ദ്രങ്ങൾ അവർ കണ്ടെത്തിട്ട് അതിനാവശ്യമായ സാമ്പത്തിക സഹായം പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ മോഡലിൽ വരുന്ന നിയമനിർമ്മാണം നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് നടത്തണം. ഇപ്പൊ വേസ്റ്റ് മാനേജ്മെന്റിന് PPP മോഡൽ ഉണ്ടല്ലോ. ഒരുപാട് പദ്ധതികൾ ഇപ്പൊ പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ ചെയ്യുന്നുണ്ട്. അതേപോലെ ഡോഗ് ഷെൽട്ടർ ഉണ്ടാക്കാനായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഉണ്ടാക്കണം. അതിന് എനിക്ക് കുറച്ച് സജഷൻസ് ഉണ്ട്. ഒരുപക്ഷെ ഇത് കേൾക്കുന്ന മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ആളുകൾക്ക് അത് ഗുണകരമായിരിക്കും. നോക്കൂ, നമുക്ക് ഷെൽട്ടറിന്റെ എണ്ണം കൂട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
അതോടൊപ്പം തന്നെ ABC കേന്ദ്രങ്ങളും കൂട്ടണം. ഷെൽട്ടറിൽ നമുക്ക് ABC ചെയ്യാൻ പരിമിതി ഉണ്ടാവും. ഇപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ബ്ലോക്കിലും നമുക്ക് ABC കേന്ദ്രങ്ങൾ ഉണ്ടാവണം. അതേപോലെ തന്നെ മൊബൈൽ ABC യൂണിറ്റുകൾ KG സഹിതം ട്രാൻസ്പോർട്ടേഷൻ ചെയ്തിട്ട് ഓരോ സ്ഥലത്തും പോയി ക്യാമ്പ് ചെയ്ത് ആ പ്രാദേശികമായ മൃഗങ്ങളെ പിടിച്ച് ആ പിടിച്ച മൃഗങ്ങൾ അപ്പം തന്നെ ഷെൽട്ടറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു മൊബൈൽ ABC യൂണിറ്റ് നമുക്കുണ്ടാവണം. അതുപോലെ തന്നെ ആനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യയുടെ നിലവിലുള്ള ഈ ABC റൂൾസും റെഗുലേഷൻസും മോഡിഫൈ ചെയ്യേണ്ടതുണ്ട്. കാരണം 2000 ഓപ്പറേഷൻ നടത്തി പരിചയമുള്ള ഡോക്ടർക്ക് മാത്രമേ ഈ പട്ടിയെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾ വെറ്ററിനറി കോളേജിൽ അന്തരങ്ങളും പഠിക്കുന്നുണ്ടെന്നേ, ഈ പഠിച്ചത് ധാരാളം മതിയാവും. അപ്പൊ ഇത് അങ്ങനെയുള്ള നിയമങ്ങൾ വരുന്നത് സ്വാഭാവികമായിട്ടും ഇത് നടപ്പിലാകാതിരിക്കാനുള്ള പല കാരണങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഡോഗ് ബ്രീഡിംഗ് നിയമം കർക്കശമായി പഞ്ചായത്ത് നടപ്പാക്കണം. ഇപ്പൊ സുപ്രീം കോടതി വിധി വന്നപ്പോൾ എല്ലാവരും ഒന്നും പേടിച്ചു, കോടതി ലക്ഷ്യം വരുമോ എന്നൊക്കെ പേടിയുണ്ട്. പക്ഷേ ഈ അറവുശാല സ്ഥാപിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി വിധിയുണ്ടെന്നേ, ഇതുവരെ ആരെങ്കിലും പാലിച്ചോ? അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റിന്റെ എത്രയോ റൂൾസും റെഗുലേഷൻസും അറവുശാലയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഇന്ത്യ തളിപ്പറമ്പ് നഗരസഭ അറവുശാല പണിയാത്തത് നിങ്ങൾക്ക് സ്ഥലമില്ലാഞ്ഞിട്ടാണോ? അപ്പൊ ആ രീതിയിലുള്ള ഇടപെടൽ നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം. എല്ലാ മൃഗങ്ങൾക്കും ചിപ്പിംഗ് നടത്തണം, കൃത്യമായി ലൈസൻസിങ് ഉണ്ടാവണം. എല്ലാ മൃഗങ്ങളും ഇപ്പം ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാനല്ല എങ്കിൽ അപ്പം തന്നെ ആ ഉടമ പോയിട്ട് അതിനെ വന്ധീകരിക്കണം. കാരണം മെയിൽ ഡോഗ് ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവൻ പുറത്തേക്ക് പോകും. ഫീമെയിൽ ഡോഗ് ആണെങ്കിൽ ബ്രീഡിംഗ് സമയമാകുമ്പോഴേക്കും അതിന് ഇണയെ തേടിയത് പുറത്തേക്ക് ഇറങ്ങും. കൂട്ടിലിട്ടാൽ പോലും അത് എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് പുറത്തേക്ക് വരും. അത്തരം കാര്യങ്ങളിൽ കൃത്യമായി ഇവർക്ക് ട്രെയിനിങ് കൊടുക്കണം. ഉടമകൾക്ക് ഡോഗ് ബ്രീഡിംഗ് ട്രെയിനിങ് കൊടുത്തേ പറ്റുള്ളൂ. കാരണം ഒരു നായെ പോറ്റുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള എന്തൊക്കെയാണ് റിക്വയർമെന്റ്, അതെങ്ങനെ കൊടുക്കാൻ സാധിക്കും, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യേണ്ട എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ അവർക്കുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ബിഹേവിയറൽ ഡിസോർഡർ ഉള്ള മൃഗങ്ങളെ പിടിച്ച് അതിനെ വേണമെങ്കിൽ യൂത്തനേഷ്യ ചെയ്യാം. അത് നിയമപരമായിട്ടാണെങ്കിൽ മാത്രം. ഞാനൊരു വെറ്ററിനറി ഡോക്ടർ എന്നില്ല, ഞാനത് പറയുകയാണ്. ഇപ്പോൾ ചില രാജ്യങ്ങൾ അത് ചെയ്യുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് അത് നിയമനിർമ്മാണം നടത്തി ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ആലോചിക്കാവുന്നതാണ്. കാരണം എപ്പോഴും ആക്രമണം കാണിക്കുന്ന ഏതെങ്കിലും നായ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ആനയായാൽ പോലും നമ്മൾ അല്ലെങ്കിൽ കടുവയായാൽ പോലും പിടിച്ചു കൊല്ലും. അപ്പൊ അങ്ങനെയുള്ള ബിഹേവിയർ ഡിസോർഡർ ഉള്ള മനുഷ്യനെ കോടതിയിൽ അടക്കുന്ന പോലെ തന്നെ ഈ നായും പിടിച്ച് ഷെൽട്ടറിലാക്കുകയും അവിടെയും അതിനെ താമസിക്കാൻ പറ്റാത്ത സാഹചര്യം വരികയാണെങ്കിൽ അതിനെ ദയാവധം കൊടുക്കുന്ന ഒരു സാഹചര്യം കൂടി നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകണം. പിന്നെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പ്ലാൻ ഫണ്ട് ഈ പറഞ്ഞിരിക്കുന്ന ABC കൺട്രോളിന് വേണ്ടിയും പേവിഷബാധ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയും മാറ്റിവെക്കണം. അത് നമ്മളിപ്പോ സ്ത്രീകൾക്ക് ഇത്ര ശതമാനം മാറ്റിവെക്കണം എന്ന് പറയുന്നത് പോലെ തന്നെ പട്ടി കടി ഒഴിവാക്കാനായിട്ട് ABC പ്രോഗ്രാമിനും ഷെൽട്ടർ നിർമ്മാണത്തിനും ആവശ്യമായി പഞ്ചായത്തിന്റെ ടോട്ടൽ ഫണ്ടിൽ നിന്ന് ഇത്ര ശതമാനം അതിന് മാറ്റിവെക്കണമെന്ന് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് തന്നെ ഒരു നിയമനിർമ്മാണം ആവശ്യമാണ്. ശരി, ഞാൻ സമയക്കുറവ് മൂലമാണ് ഡോക്ടർ ഇടപെടുന്നത്. വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് ഡോക്ടർ മുന്നോട്ട് വെച്ചത്. ശ്രീ രാജൻ, ഡോക്ടർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ വളരെ പ്രധാനമാണ് എന്തുകൊണ്ട് ഈ മൃഗസ്നേഹികളുടെ കൂട്ടായ്മയ്ക്ക് ഈ ഷെൽട്ടർ കണ്ടെത്താനുള്ള സ്ഥലം കണ്ടെത്തി നൽകിക്കൂടാ, അതിനാവശ്യമായ ഫണ്ടൊക്കെ നൽകി സഹായിച്ചുകൂടാ? അതിന് തയ്യാറാണോ നിങ്ങളുടെ കൂട്ടായ്മ? തീർച്ചയായിട്ടും അതിന് തയ്യാറായ സുമനസ്സുകളായ ഇഷ്ടം പോലെ മൃഗസ്നേഹികളിൽ നിന്ന് പ്രത്യേകിച്ച് നായപ്രേമികള് ഇവിടെ കേരളത്തിൽ അങ്ങോളങ്ങളുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ അനാസ്ഥകൾ മാത്രമാണ് ഇപ്പോൾ ഈ തെരുവ് നായ ശല്യത്തിന്റെ പ്രധാന കാരണം. ഇതെല്ലാം നേരത്തെ ചെയ്യാമായിരുന്നു. മറ്റുള്ള പല അനാവശ്യ കാര്യങ്ങൾക്കും ചെലവഴിക്കുന്നതും സമയം നീക്കുന്നതുമായ അത്രയും ശ്രദ്ധ ഈ ഒരു കാര്യത്തിൽ കൊടുത്തില്ലെങ്കിൽ ഈ ഒരുപാട് കുഞ്ഞുങ്ങളുടെ മരണങ്ങൾ ഒഴിവാക്കാമായിരുന്നു. നായകളും ഈ മനുഷ്യനെ പോലെ ഇവിടെ ജീവിക്കാൻ പ്രകൃതിയിൽ അവകാശവും ഉള്ള ജീവികളാണ്. അതും ഏറ്റവും നന്ദിയും കൂറും സ്നേഹവും കാണിക്കുന്ന ഒരു ജീവി കൂടിയാണ്. ശരിക്കും തെരുവിലുള്ള നായ അപകടകാരികളല്ല. നമ്മൾ വീട്ടിൽ കൂട്ടിലും കെട്ടിയിട്ടിട്ടും വീട്ടുകൊമ്പൻ വളർത്തുന്ന നായകളാണ് വിളയിൽ പോയാലും അല്ലെങ്കിൽ വീട്ടിൽ ആള് കയറി വന്നാൽ ഏറ്റവും കൂടുതൽ കടിക്കുന്നത്. ഈ ഞാൻ പറഞ്ഞല്ലോ വളരെ അപൂർവം രോഗം വരുമ്പോൾ മാത്രമാണ് ഒരു തെരുവുമായ അപകടകാരിയാകുന്നത്. നിങ്ങൾ ഏത് ടൗണിൽ എടുത്ത് നോക്കിക്കോ, ഒരു ചുരുങ്ങിയത് ഒരു 5 or 10 തെരുവുനായകൾ വീട്ടിൽ വരാന്തയിലും അവരെ സ്നേഹിക്കുന്നവർ ബിസ്ക്കറ്റും കൊടുത്തതെന്ന് വെച്ച് വളരെ സ്വസ്ഥമായി ഇപ്പോ ചൂടുള്ള സമയത്ത് വീഡിയോ വരാന്തയിലും മറ്റുള്ളവർ നൽകുന്ന എത്രയോ നായകൾ എവിടെ പോയാൽ കാണാം. അതേസമയം ഈ മീഡിയകളാണ് ഇത് ഏറ്റവും കൂടുതൽ ഇത് വഷളാക്കിയത്. എവിടെയെങ്കിലും ഒരു നായ കടിക്കുമ്പോൾ പിറ്റേന്നത്തെ മുഴുവൻ വാർത്തകളും ഈ നായയുടെ ഭീകരാവസ്ഥയാണ്. പക്ഷേ ഈ മൃഗസ്നേഹികൾ നായയോടുള്ള സ്നേഹം കാരണം ഈ ഭക്ഷണമൊക്കെ കൊടുത്ത് സ്ഥിരമായി കൊടുക്കുമ്പോൾ ഇടയ്ക്ക് ഇതങ്ങ് മുടങ്ങുമ്പോഴാണ് ഇവർ അക്രമ സ്വഭാവം പുറത്തെടുക്കുന്നത്. അങ്ങനെയുമുണ്ട്. ഇതിന് ഭക്ഷണം കൊടുക്കാൻ വരെ സമ്മതിക്കാത്ത ആളുകളുണ്ട്. ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ കഴിഞ്ഞ ദിവസം എനിക്ക് അതും സുപ്രീം കോടതിയുടെ ഉത്തരവിലുണ്ട്. പൊതുസ്ഥലത്ത് വെച്ച് ഭക്ഷണം ഈ നായകൾക്ക്, തെരുവ് നായകൾക്ക് ഭക്ഷണം നൽകരുതെന്ന ഉത്തരവും സുപ്രീം കോടതിയുടെ ഉത്തരവിലുണ്ട്. അതും പറയുന്നുണ്ട്. അതുണ്ടെങ്കിൽ കൂടി നമുക്ക് ഇപ്പോ കൂത്തുപറമ്പുള്ള ഒരു ചന്ദ്രലേഖ രഞ്ജിത്ത് ഉണ്ട്, ഒരു ലേഡിയാണ്. അവർ ഈ പറഞ്ഞ പോലെ
രാത്രി കാലങ്ങളിൽ ഭർത്താവ് ഒത്ത് സ്കൂട്ടറിൽ വീടുകളിൽ നിന്ന് സ്വന്തമായി പാചകം ചെയ്തതും ഈ ചിക്കൻ സെന്ററുകളിൽ നിന്ന് ശേഖരിച്ചതുമായ കാലുകളും ആ കൂത്തുപറമ്പ് ടൗണുകളിലെല്ലാം ഇത് നായകൾക്ക് കൊടുക്കുന്ന ഒരു ഏരിയയായിരുന്നു. അവരെ അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ തടഞ്ഞിട്ട് അവർക്കിപ്പോ എന്താ പറയേണ്ടത്, ആ ടൗണിൽ അതിനുള്ള ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. അപ്പോ ബദൽ സംവിധാനം ഒരുക്കാതിരിക്കുകയും ഈ നായകൾക്ക് വിശക്കുന്ന നായകൾക്ക് ഭക്ഷണം കൊടുക്കാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഈ വിശന്ന് വലഞ്ഞ നായകൾ എന്ത് ചെയ്യും? അവർക്കും മനുഷ്യനെ പോലെ ദേഷ്യം പോലും ഉണ്ടാവില്ലേ? അപ്പൊ അവർക്ക് കിട്ടുന്ന മനുഷ്യരെ കടിക്കാൻ തോന്നിയാൽ അത് കടിച്ചാൽ അവരെ തെറ്റു പറയാൻ പറ്റുമോ? ശ്രീ കല്ലിങ്കിൽ പത്മനാഭൻ, നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ച കുറെ നിർദ്ദേശങ്ങൾ, അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ ലൈസൻസ് ഇല്ലാത്ത പട്ടികളെ വീടുകളിൽ വളർത്താൻ അനുവദിക്കരുത്. അവയ്ക്ക് വാക്സിനേഷൻ കൊടുക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ ചുമതലയാണ്. മാത്രവുമല്ല, ഈ തളിപ്പറമ്പ് നഗരസഭ ഉൾപ്പെടെ പലയിടങ്ങളിലും ഈ അറവ് ശാലകളില്ല. ഇതൊക്കെ തന്നെ ഈ തെരുവ് നായശല്യം വർദ്ധിക്കാൻ വലിയ കാരണങ്ങളല്ലേ? തളിപ്പറമ്പില് ഈ നമ്മളിപ്പോ വാക്സിനേഷൻ തെരുവ് പട്ടികൾക്ക് കൊടുക്കുന്നതിന് മുന്നേ എല്ലാ വളർത്തുമൃഗങ്ങളുടെ അല്ലെങ്കിൽ പട്ടികളെ വളർത്തുന്നവരുടെ വീടുകളിൽ ചെന്ന് അവർക്ക് വാക്സിനേഷൻ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ തെരുവ് പട്ടികളിലേക്ക് വാക്സിനേഷനുമായി ചെന്നത്. അങ്ങനെ അതുപോലൊപ്പം തന്നെ തളിപ്പറമ്പിൽ അറവുശാലയില്ല എന്ന് ഡോക്ടർ പറഞ്ഞത് തെറ്റാണ്. പള്ളിയുടെ കീഴില് പ്രൈവറ്റില് വളരെ നല്ല അറവുശാല തളിപ്പറമ്പിലുണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് തന്നെ ട്രീറ്റ്മെന്റ് പ്ലാന്റും ഉണ്ട് അവരെ ഇതിനെ ട്രീറ്റ് ചെയ്യാൻ. ഒരു അറവുശാലയുടെ മാലിന്യവും പുറത്ത് എവിടെയും വിടുന്നില്ല. അതല്ല, ഡോക്ടർ അതിന്റെ തളിപ്പറമ്പിനെ കുറിച്ചൊരു അറിവ് കുറഞ്ഞതുകൊണ്ട് പറഞ്ഞതാണ്. വളരെ നല്ല അറവുശാലയാണ് തളിപ്പറമ്പിൽ. അത് മുനിസിപ്പാലിറ്റിക്ക് വേറെ ഏറ്റെടുത്ത് നടത്തേണ്ട ഒരു കാര്യവുമില്ല. പള്ളി വളരെ ഭംഗിയായി ഏറ്റവും നല്ല കേരളത്തിലെ തന്നെ പറയത്തക്ക എണ്ണം പറഞ്ഞ ഒരു അറവുശാലയാണ് തളിപ്പറമ്പിലുള്ളത്. ആ അറവുശാലയിൽ നിന്നും മാലിന്യങ്ങൾ പുറത്തു പോകുന്നില്ല. ട്രീറ്റ്മെന്റ് പ്ലാന്റ് നമ്മൾ നിർബന്ധിപ്പിച്ച് അവരെ കൊണ്ട് അതിനകത്ത് തന്നെ ഉണ്ടാക്കിച്ചിട്ടുണ്ട്. അപ്പൊ അതൊരു വലിയ കാര്യമാണ്. തളിപ്പറമ്പിനെ സംബന്ധിച്ച ഒരു പ്രയാസം എന്ന് പറഞ്ഞാൽ താലൂക്ക് ഓഫീസ് നമ്മുടെ കോമ്പൗണ്ട് ഉണ്ട്, താലൂക്ക് എക്സൈസ് ഓഫീസ്, അതുപോലെ തന്നെ ഉൾപ്പെടെയുള്ള താലൂക്ക് ഓഫീസ് കോമ്പൗണ്ടിനകത്ത് പട്ടിയെ വളർത്തുന്നുണ്ട്. അതിനകത്ത് നമുക്കൊരു വേലിക്കാത്ത് രാഘവൻ എന്ന് പറയുന്ന ഒരു മൃഗസ്നേഹി, വളരെ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ ശ്ലാഘിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹം ചെയ്യുന്നത് ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ടാ അവിടെ കൊണ്ടുപോയിട്ട് ഭക്ഷണം കൊടുക്കും. ആ ഭക്ഷണം ചില കിട്ടാവുന്ന ആളുകളിൽ കഴിഞ്ഞ ദിവസം ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഒരു പോലീസുകാരൻ രാത്രി തലവേദന എടുത്തിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന് ഇറങ്ങാൻ പറ്റിയില്ല. അദ്ദേഹത്തെ തെരുവുനായ്ക്കൾ വളഞ്ഞു അതിനകത്ത്. അദ്ദേഹം ഭാഗ്യം കൊണ്ട് ഓടി രക്ഷപ്പെട്ട് പിൻവശത്തു കൂടി പോയിട്ടാണ് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് തിരിച്ചു വന്നത്. അപ്പോൾ അത്തരം പ്രയാസങ്ങളൊക്കെ തളിപ്പറമ്പിൽ അനുഭവിക്കുന്നുണ്ട്. നമ്മളിപ്പോ വാക്സിനേഷനുമായി ആ കോമ്പൗണ്ടിൽ ചെന്നപ്പോൾ ഒറ്റപ്പട്ടി അവിടെ ഇല്ല. നായകൾക്ക് മുൻകൂട്ടി അറിവ് കിട്ടിയതുപോലെയാണ് പല സ്ഥലങ്ങളിലും. അപ്പോൾ അത്തരം പ്രയാസങ്ങൾ നമുക്ക് ഇതിനൊക്കെ പരിഹരിക്കാൻ സുപ്രീം കോടതി വിധി വളരെ ശ്ലാഘനീയമാണെന്ന് നമ്മൾ പറഞ്ഞു. അത് നേരത്തെ നടപ്പാക്കേണ്ടത് ഡോക്ടർ പറഞ്ഞ ഒരു എത്രയോ മുമ്പേ, അല്ല മൃഗസ്നേഹിയായ രാജേട്ടൻ പറഞ്ഞതുപോലെ എത്രയോ വർഷം മുമ്പേ നടപ്പാക്കേണ്ടതാണ് കാര്യങ്ങൾ. പക്ഷെ എല്ലാവരും അമാന്തിച്ച് നിന്നതിന്റെ പ്രധാന കാരണം സ്ഥലമെടുപ്പ് എന്നുള്ള ഒരു വലിയ പ്രയാസം നമ്മുടെ മുമ്പിലുള്ളത് കൊണ്ടാണ്. തളിപ്പറമ്പ് നഗരസഭ പ്രത്യേകിച്ച് ഈ നഗരസഭ, നമുക്ക് തളിപ്പറമ്പിലെ നഗരസഭ നമുക്ക് താലൂക്ക് ആശുപത്രിയാണ്, ആന്തൂര്, കുറുമാത്തൂര്, അതുപോലെ തന്നെ മറ്റുള്ള പഞ്ചായത്തുകൾ, പരിയാരം, ചപ്പാരപ്പടവ്, ഈ പഞ്ചായത്തുകളൊക്കെ തന്നെ പട്ടിയുടെ കടിയേറ്റാൽ ആശ്രയിക്കുന്ന തളിപ്പറമ്പ് നഗരസഭ ആശുപത്രിയാണ്. നഗരസഭയ്ക്ക് വിട്ടുകിട്ടിയ താലൂക്ക് ആശുപത്രിയെ ആശ്രയിക്കുന്നത്. അപ്പൊ ഇത് പരിസരത്തിലെല്ലാം നടുവിൽ, അതുപോലെ ആലപ്പുഴ, മിക്ക പഞ്ചായത്തുകളിലെ ആളുകൾ പോലും പെട്ടെന്ന് എത്തിച്ചേരുന്ന ആശ്രയ കേന്ദ്രമാണ് തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രി. അപ്പൊ ആശുപത്രിയിൽ ആവശ്യമായ ഫണ്ടുകളും കാര്യങ്ങളും ഒക്കെ തന്നെ നഗരസഭ കൊടുക്കുന്നുണ്ട്, അതുപോലെ സർക്കാർ കൊടുക്കുന്നുണ്ട്. വലിയ വിപുലീകരിച്ച ഒരു ആശുപത്രിയായി വീടാം. 19.5 കോടി രൂപ ചെലവാക്കിക്കൊണ്ട് ആശുപത്രി ഒന്നും കൂടി വിപുലീകരിക്കാം. അത് അതിന്റെ ഭാഗത്ത് നടക്കട്ടെ. അതിന്റെ പരിസരത്ത് അതിന് 3 ഏക്കറിലധികം സ്ഥലമുണ്ട്. ആ പരിസരത്ത് അതിനകത്ത് എവിടെയെങ്കിലും നമുക്ക് സ്ഥലം കിട്ടുമോ എന്ന് പോലും ഞങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. നേരത്തെ നമുക്ക് ഇവിടെ കരിമ്പം ഫാമിന്റെ സ്ഥലം അനുവദിച്ച് കിട്ടാൻ പോയതായിരുന്നു. അപ്പോ പിന്നീട് അത് ഏറ്റെടുക്കുകയും MLA നേതൃത്വത്തിൽ അതിന്റെ ഒരു ഫണ്ടും കാര്യങ്ങളും ഒക്കെ വന്നപ്പോൾ അത് കുറുമാത്തൂർ പഞ്ചായത്താണ് അതിന്റെ കാര്യമെങ്കിലും അവിടെ നമ്മൾ ഇപ്പോൾ കിലേണ്ട കാര്യത്തിലാവോ അവിടെ സ്ഥലമുണ്ട്. അപ്പൊ സ്ഥലം പല സ്ഥലത്തും ഉണ്ട്. നമുക്ക് ഗവൺമെന്റ് പ്രോപ്പർട്ടിയാണ്. ആ പ്രോപ്പർട്ടി ഒക്കെ ഏറ്റെടുക്കാൻ പറ്റുന്ന ഗവൺമെന്റ് തന്നാൽ, മടി കൂടാതെ തന്നാൽ നമുക്ക് അവിടെ പരിസരവാസികളുടെ എതിർപ്പിനെ നമ്മൾ മാനിക്കേണ്ടതില്ല. കാരണം അവരുടെ ഒരു കൊരയുടെ ശല്യമായിരിക്കും. പലർക്കും നല്ലതായിട്ട് ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ കിട്ടിയാൽ വലിയ പ്രയാസങ്ങളും ഇല്ലാതെ ഷെൽട്ടർ കൊണ്ട് നടത്താം. നന്നായിട്ട് ഭക്ഷണം കൊടുക്കണം, അതാണ് എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം. ഷെൽട്ടർ ഉണ്ടാക്കിയാൽ തന്നെ അവയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വവും അവർക്ക് പൂർണ്ണമായി എല്ലാവിധ സുഖ സൗകര്യങ്ങൾ അവിടെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വവും അതായത് പഞ്ചായത്ത്, നഗരസഭ, കോർപ്പറേഷനുകൾക്ക് ഉണ്ട്. അതെന്തായാലും സുപ്രീം കോടതിയുടെ വിധി നടപ്പാക്കും. സമയക്കുറവ് മൂലമാണ് ശ്രീ കല്ലിങ്കിൽ ഞാൻ ഇടപെടുന്നത്. ഡോക്ടർ, തളിപ്പറമ്പ് നഗരസഭയിൽ അറവുശാല ഇല്ല എന്നത് തെറ്റാണ്, ഉണ്ടെന്നാണ് വൈസ് ചെയർമാൻ പറയുന്നത്. അത് ഞാൻ ഡിസ്പ്യൂട്ടിന് പറയുന്നതല്ല. തളിപ്പറമ്പ് നഗരസഭയിൽ നഗരസഭ അറവുശാല പണിതിട്ടില്ല. അവര് വേറൊരു പഞ്ചായത്തിലാണ് ഒരു പ്രൈവറ്റ് അറവുശാല പണിതിട്ടുള്ളത്.
എന്താ സംഭവിച്ചത്? ഇപ്പോൾ തളിപ്പറമ്പ് നഗരസഭയുടെ പരിധിയിൽ നടക്കുന്ന അറവ് നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ട് അവർക്ക് അവിടെ സപ്ലൈ ചെയ്യാൻ കഴിയുന്നില്ല. ഇപ്പോഴ് തളിപ്പറമ്പ് നഗരസഭയിൽ അറവ് നടക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുകയാണെങ്കിൽ, നടക്കുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ നാളെ തന്നെ നമുക്കത് പരിശോധിക്കാൻ വരാം. പക്ഷേ തളിപ്പറമ്പ് നഗരസഭയിൽ അറവ് നടക്കുന്നുണ്ട്. അത് അംഗീകരിച്ചിട്ടുള്ള അറവുശാലയിലല്ല. നേരത്തെ ഒരു അറവുശാല പാണപ്പുഴ പഞ്ചായത്തിൽ ഒരു പ്രൈവറ്റ് സംരംഭകൻ തുടങ്ങിയിരുന്നു. അത് ആദ്യകാലം പ്രവർത്തിച്ചു. പക്ഷെ അവർക്ക് അവരുടെ അറിവ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ പോയത് എല്ലാ സ്ഥലങ്ങളിലും അനധികൃതമായ അറിവ് നടന്നുകൊണ്ടിരിക്കെ ഇത്രയും പണം മുടക്കി അറിവുശാല നടത്തിക്കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കാതെ വന്നു. എന്താ ചെയ്യേണ്ടത്? ശാസ്ത്രീയമായ അറിവുശാല വന്നു കഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവരുമായിട്ടൊരു ധാരണയാവണം. അങ്ങനെ ധാരണയായിട്ട് നോക്കൂ, ഞങ്ങളുടെ നഗരസഭയിലെ എല്ലാ മീറ്റിംഗ് സ്റ്റാളുകളും അവിടെ നിന്ന് എടുക്കാൻ പാടുള്ളൂ എന്ന് നിർദ്ദേശം കൊടുക്കണം. അല്ലെങ്കിൽ അവിടെ വെട്ടാൻ നമുക്ക് നിർദ്ദേശം കൊടുക്കാൻ കഴിയില്ലെങ്കിൽ പോലും അനധികൃതമായി നടക്കുന്ന അറവ് നിയന്ത്രിക്കാൻ നമുക്ക് കഴിയണം. അത് നടത്തിയിട്ടില്ല എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് ധാരണയുണ്ട്. അത് എനിക്ക് വൈസ് ചെയർമാൻ ഒന്നുകൂടി അത് പരിശോധിക്കണം. തളിപ്പറമ്പ് നഗരസഭ സ്വന്തം നിലയിൽ അറിവുശാല സ്ഥാപിച്ചിട്ടില്ല. അത് ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്. രണ്ടാമത്തെ കാര്യം, അത് അല്ല, അങ്ങനെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോ നിങ്ങൾക്ക് അനൗൺസ് ചെയ്യാം. അതല്ല എങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യമാണ് ശരി. പാണപ്പുഴ പഞ്ചായത്തിലെ ഒരു പ്രൈവറ്റ് സംരംഭകൻ അവിടെ ഒരു അറിവുശാല സ്ഥാപിച്ചു. അത് കുറച്ചുകാലം പ്രവർത്തിച്ചു. മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ പോയത് അത് ഈ പറഞ്ഞിരിക്കുന്ന കാരണങ്ങൾ കൊണ്ടാണ്. അത് വ്യക്തമായിട്ട് എനിക്കറിയാം. പിന്നെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ ഈ തെരുവ് നായ്ക്കൾ പിന്നെ കടിച്ചു കഴിഞ്ഞാൽ, അതായത് നായ്ക്കളെ കടിച്ചിട്ടാണല്ലോ ഇത് മറ്റു നായ്ക്കളിലേക്ക് രോഗം പകരുന്നത്. അങ്ങനെ കടിയേറ്റ നായ്ക്കളെ നിർബന്ധമായും നമ്മൾ പിടിച്ച് അതിനെ പോസ്റ്റ് എക്സ്പോഷർ വാക്സിനേഷൻ കൊടുക്കണം. അത് സാധാരണഗതിയിൽ WHO മനുഷ്യന് പറയുന്ന പോലെ തന്നെ 0, 3, 7, 14, 28 4 വാക്സിൻ കൊടുക്കണം. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഒറ്റ വാക്സിനെ കൊടുക്കാറുള്ളൂ. അത് പോരാ കടിയേറ്റ നായ്ക്കൾക്ക്. അത് നിർബന്ധമായും നമ്മൾ ഷട്ടറിൽ ചെയ്യേണ്ടതാണ്. അതിനെ ഇത്രയും ദിവസം നിർത്തിയാലേ നമുക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. അതേപോലെ തന്നെ ഈ പുതിയ ഒരു നിയമനിർമ്മാണം ആവശ്യമാണ്. അത് നമ്മുടെ IMA പോലെയുള്ള ഡോക്ടർമാരുടെ സംഘടനകൾ പറയുന്നുണ്ട്. അതായത് ഈ ഞങ്ങൾ വെറ്ററി ഡോക്ടർമാരെല്ലാം തന്നെ പേവിഷബാധ വരാതിരിക്കാനായിട്ടുള്ള പ്രൊഫൈലാക്സിസ് വാക്സിൻ ചെയ്യുന്നുണ്ട്, രോഗം വരാതിരിക്കാൻ, നമ്മൾ TBക്ക് ചെയ്യുന്ന പോലെ തന്നെ. അപ്പം ഈ പേവിഷബാധക്കെതിരെയുള്ള വാക്സിനേഷൻ നമ്മുടെ ഏറ്റവും കൂടുതൽ കടിയേൽക്കുന്ന സാധാരണക്കാരായ ആളുകളും കൊച്ചുകുട്ടികളും അങ്ങനെയുള്ള ആളുകൾക്ക് നിർബന്ധമായും, പ്രത്യേകിച്ച് ഒരു ഹൈസ്കൂളിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് നിർബന്ധമായും എല്ലാ കുട്ടികൾക്കും പ്രൊഫൈലാക്സിസ് വാക്സിനേഷൻ കൊടുക്കുകയാണെങ്കിൽ സത്യത്തിൽ ഈ പേവിഷബാധ മൂലമുള്ള മരണം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. നോക്കൂ, 26 പേരാണ് മരിച്ചത് ഇതുവരെ. അപ്പം അതിൽ 5 പേര് വാക്സിനേഷൻ എടുത്തവരാണ്. എന്ത് വാക്സിനേഷൻ? പോസ്റ്റ് എക്സ്പോഷർ വാക്സിനേഷൻ. അപ്പൊ അത് തന്നെ കാണിക്കുന്നത് എന്താണ്? ആ ഒരു പിന്നെ പ്രിവെന്റീവ് വാക്സിനേഷൻ കൊണ്ട് മാത്രം നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളെപ്പോലെ ഡോക്ടർമാരെ പോലെ. ശരി, ദയവായി ക്ഷമിക്കുക, സമയക്കുറവുണ്ട്. അവസാനമായി ശ്രീ രാജനോട് ഒരു ചോദ്യം, അതോടെ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ശ്രീ രാജൻ, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു ഷെൽട്ടർ സ്ഥാപിക്കാനൊക്കെ സ്ഥലം കണ്ടെത്തി നൽകാം, ഫണ്ട് അനുവദിച്ച് നൽകാമെന്നൊക്കെ പറഞ്ഞു. ഈ ഷെൽട്ടറിലേക്ക് മാറ്റുന്ന നായകളെ പരിചരിക്കാൻ കൂടി നിങ്ങളുടെ കൂട്ടായ്മ തയ്യാറാകുമോ? തീർച്ചയായും അതിന് സന്നദ്ധരായ ഒരുപറ്റം ആൾക്കാരാണുള്ള കൂട്ടായ്മകളാണ് നമ്മൾ ഈ ഉണ്ടാക്കിയ കെയറിംഗ് ഹാൻഡ്സ് പോലത്തെ എത്രയോ കൂട്ടായ്മകളുണ്ട്. അതെ, എന്റെ സംഘടന കെയറിംഗ് ഹാൻഡ്സ് ആണെങ്കിൽ ഞാനിപ്പോ എന്റെ സ്വകാര്യ പ്രശ്നം കൊണ്ട് തൽക്കാലം അതിൽ നിന്ന് വിട്ടു നിൽക്കണം. പക്ഷെ ഞാൻ സ്വന്തം നിലക്ക് ഒരുപാട് നായകൾ, കാരണം ഒരാൾ ഉപേക്ഷിക്കുന്ന നായകളെ ഞാൻ ഏറ്റെടുത്ത് എന്റെ വീട്ടിൽ കുറച്ച് കാലം സംരക്ഷിച്ച് അത് പറ്റിയ ആളെ കണ്ടെത്തി അവർക്ക് കൊടുത്ത് അതിന്റെ ക്ഷേമാന്വേഷണം, അതിന്റെ ഫോളോ അപ്പ് കൂടി ചെയ്യുന്ന ഒരാളെ ഞാൻ. അങ്ങനെ എത്രയോ നായകളാണ്. അപ്പോൾ ഈ കൂട്ടായ്മയിൽ പോയിട്ട് രക്ഷിക്കാനുള്ള എന്റെ തൊഴിൽപരമായ കാര്യം, ജീവിത പ്രശ്നം കൊണ്ട് എനിക്ക് സാധിക്കുന്നില്ല. എന്നാലും സ്വന്തം നിലക്ക് എന്റെ ടൗണിലും തൊട്ടടുത്ത ടൗണിലുള്ള നായകൾക്കും അതേപോലെ തന്നെ മൊത്തത്തിൽ മറ്റുള്ള ആളുകൾ ഏറ്റെടുത്ത് ബ്രീഡ് നല്ല പുതിയ ബ്രീഡിനെ മേടിച്ച് ഇങ്ങനെ ഉപേക്ഷിക്കപ്പെടുന്നത് കൂടി ഏറ്റെടുത്ത് സംരക്ഷിക്കുന്ന ഒരാളെയാണ് ഞാൻ. അപ്പൊ നമ്മളെ പോലെയുള്ള ഒരുപാട് സന്നദ്ധരായ ആൾക്കാർ ഈ കേരളത്തിലുണ്ട്, ഇപ്പൊ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞ ആ നിർദ്ദേശം ഏറ്റവും നല്ലൊരു നിർദ്ദേശം തന്നെയായിട്ടാണ്. ശരി, തെരുവ് നായകളെ പൊതുയിടങ്ങളിൽ നിന്നും പൂർണ്ണമായി നീക്കം ചെയ്യാനാകുമോ എന്ന വിഷയമാണ് ഓപ്പൺ ഫോറം ഇന്ന് ചർച്ച ചെയ്തത്. തദ്ദേശ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ഉത്തരവ് നടപ്പിലാക്കുക വലിയ പ്രായോഗിക ബുദ്ധിമുട്ടുള്ള ഒന്ന് തന്നെയാണ്. പക്ഷേ സാധാരണ ജനങ്ങളെ അപേക്ഷിച്ച് നായപ്പേടിയിൽ കഴിയുന്ന ആളുകളെ സംബന്ധിച്ച് ഈ സുപ്രീം കോടതിയുടെ ഉത്തരവ് ഏറെ ആശ്വാസകരമായ ഒന്നാണ്. അതുകൊണ്ട് തന്നെ അല്പം ബുദ്ധിമുട്ടിയാണെങ്കിൽ കൂടി ഈ തദ്ദേശ സ്ഥാപനങ്ങളും ഒപ്പം സർക്കാരും ഈ സുപ്രീം കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ ശ്രമിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതിന് ഈ ചർച്ച ഉപകരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. ഈ ചർച്ചയിൽ പ്രധാനപ്പെട്ട നിരവധി നിർദ്ദേശങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഉത്തരവ് നടപ്പിലാക്കുന്നതിന് ഈ ചർച്ചയും ഏറെ ഉപകരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്.
ഈ ചർച്ചയിൽ പങ്കെടുത്ത 3 പേർക്കും ശ്രീ കല്ലിങ്കിൽ പത്മനാഭൻ, ഡോക്ടർ പി വി മോഹനൻ, ശ്രീ രാജൻ കുരുന്നൻ 3 പേർക്കും നന്ദി അറിയിക്കുകയാണ്. ഓപ്പൺ ഫോറത്തിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവുമായി കാണാം. നമസ്കാരം.